ചാറ്റില് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്ന ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരാൾ അയക്കണേ. ഇത് 15,000 രൂപയാണ്. ഇത് 15,000 രൂപയാണ് ഈ നെക്ലസിന്. ബ്രോ ബിഗ് ബ്രോ താങ്ക് യു സോ മച്ച്. എന്റെ അമ്മോ ഇതിന് ഈ ലൈവ് തീരുന്നവരെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ തൂങ്ങിക്കിടക്കും അത് ലൈവ് തീരുന്നവരെ. ബ്രോ താങ്ക് യു സോ മച്ച്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരാളത് ഗിഫ്റ്റ് ചെയ്യണത്. താങ്ക് യു മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. ഡിസ്പ്ലേ ക്യാപ്ചർ ഓഫ് ചെയ്തിട്ട് ബ്രോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് നിങ്ങൾ ബൾക്കായിട്ട് ഒരു 1-2 ബൾക്കായിട്ട് സിറ്റുവേഷൻ കൊടുക്കാന്നുണ്ടെങ്കിൽ ജോക്കിക്ക് 5 കിട്ടിയെന്നോ? ജോക്കി കിട്ടിയത് അങ്ങനെ കട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ അടുത്ത കണ്ടിന്യൂ 30 ഗണ്ണും 35 ഗണ്ണും പ്ലസ് 1 സ്റ്റാർ ബീച്ച് ഗണ്ണുള്ള പ്രൊവൈഡ് ചെയ്യും. ജോക്കി അത് വെച്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പറഞ്ഞോ ജോക്കിക്ക് ഓക്കെ, ആരെങ്കിലും മറ്റേ ലോക്കറ്റ് തന്നായിരുന്നു കൺട്രോൾ ചെയ്യാൻ എത്രണ്ണം കിട്ടി? പറ്റുന്ന എനിക്ക് ഒരെണ്ണം കിട്ടിയിരുന്നു. ഇൻഫർമേഷൻ വിത്ത് എവിഡൻസ് 3 കിട്ടിയില്ല. കിടക്കാല എന്ത് വേണം പിന്നെ നെറ്റ് പഠിക്കാൻ. ബ്രോ താങ്ക് യു സോ മച്ച് ബിഗ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10K ബിഗ് പോയിന്റ്സ്. മീൻസ് ലോട്ട് ബിഗ് 7 ബ്രോ. ടിക്ടോക്കിലും കലിപ്പൻ, ഇവിടെയും കലിപ്പൻ. എന്റെ വീഡിയോ കാണുന്ന ആരോ ആണല്ലോ അത്. ഇത് മൊത്തം കിട്ടുവാന്നോ ബ്രോ? 95% നമുക്ക് 5% കിക്കിനും. 10 മണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് നടത്തുമ്പോൾ ലേറ്റ്. അതാണ് പ്രശ്നം. 10:30 ഓക്കെയാണോ? കണ്ണാപ്പി സാഹിബ് has been subscribed for 1 month. കണ്ണാപ്പി സാഹിബ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ബ്രോ. സത്യം പറഞ്ഞു കിക്കാണ് ബെറ്റർ വൈറ്റ് കളാ ഗൈസ്. അത് ഞാൻ പറയാൻ മറന്നുപോയി നിങ്ങളുടെ അടുത്തൊക്കെ. ഗൈസ് കിക്ക് ഇപ്പം ഇന്ത്യൻ സ്ട്രീമേഴ്സിനെയൊക്കെ എടുത്തു തുടങ്ങുന്നുണ്ട് കേട്ടോ. അവർ ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഇതാക്കുന്നുണ്ട്. സോ നിങ്ങൾക്കൊക്കെ സ്ട്രീം ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡു ക്രിയേറ്റ് എ പ്രൊഫൈൽ ഇൻ കിക്ക്. കിക്ക് അടുത്തൊരു അപ്കമിങ് ഈ പറയണത് പോലത്തെ ഒരു ആമസോൺ പ്രൈം ഒക്കെ പോലത്തെ വെളിയിലെ രാജ്യത്ത് ആമസോൺ പ്രൈം എങ്ങനെയാണോ, ആമസോൺ പ്രൈം ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ കറന്റ് ഇല്ല. അപ്പൊ ഇവിടെ കുറെ പേർക്ക് ഈ പറയണത് പോലെ കോൺട്രാക്ട് കൊടുക്കത്തില്ല, കോൺട്രാക്ട് ഇല്ല. നിങ്ങൾ ഈ പറയുന്ന പാർട്ട്ണർ പ്രോഗ്രാം കമ്പാരിറ്റീവ്ലി ലോക്കോയും ബാക്കിയുള്ള ഇതൊന്നും വെച്ച് ഉള്ള റവന്യൂ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. അങ്ങനത്തെ റവന്യൂ ലോക്കോയിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സൂപ്പർ ചാറ്റ്സ്, ഈ യൂട്യൂബിലെ സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺസ്റ്റേബിൾ, അതായത് ചില ദിവസം സൂപ്പർ ചാറ്റ് ഉണ്ടാവും, ചില ദിവസം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യുന്നതിന് കൊണ്ടുവരുന്ന വ്യൂവേഴ്സിന് ഒരു റെഗുലർ ഇൻകം ഉണ്ടാവും. ആ സാധനം എന്ന് വെച്ചാൽ ഒത്തിരി വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ക്യാഷ് വൈസ് കോൺട്രാക്ട് അല്ല ബ്രോ, ഇറ്റ്സ് എ പാർട്ട്ണർ പ്രോഗ്രാം. കോൺട്രാക്ട് അല്ല, കോൺട്രാക്ട് ആർക്കും കിട്ടൂല. കോൺട്രാക്ട് കറന്റ് ഇപ്പൊ ഇവർക്ക് അംബാസഡർ കോൺട്രാക്ട് മാത്രമേ ഉള്ളൂ. ഈ അംബാസഡർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ മറ്റേ 500 കോടി 100 കോടിയും 200 കോടി 1000 കോടിയുടെ ഒക്കെ കോൺട്രാക്ട്. അത് കറന്റ് ഒരു ഇന്ത്യൻ സ്ട്രീമറിന് ഇതുവരെ അവർ കൊടുത്തിട്ടില്ല. മേ ബി ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പൊ ഇവിടെ എക്സ്പാൻഡ് ഒക്കെ ആയി വരുവാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ സ്ട്രീമേഴ്സിനെ അവർ ഇതുപോലെ എടുക്കും. മനസ്സിലായ? അംബാസഡർ കോൺട്രാക്ട് ഒക്കെ എനിക്ക് തോന്നുന്നു ഈ പറയണത് പോലെ മിനിമം സ്റ്റാർട്ടിങ് ഫ്രം 100 കോടിയോ 50 കോടിയോ എന്തോ ആണ് മുകളിലാണ്. അപ്പോൾ കിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോണത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുസ്ഥാൻ തൊപ്പിക്ക് കിട്ടിയിട്ടുണ്ട്. തൊപ്പിക്കും എനിക്ക് ഒരേ കോൺട്രാക്റ്റ് ആയിരുന്നു ബ്രോ. തൊപ്പിക്കും എനിക്കും ഒരേ കോൺട്രാക്റ്റ് ആയിരുന്നു നേരത്തെ. അത് തൊപ്പിയോട് ചോദിച്ചാൽ ബ്രോയ്ക്ക് അറിയാം. അത് പിന്നെ എനിക്കിനി തൊപ്പിയെ മാനേജ് ചെയ്തതും ഫസ്മിനെ ആ സമയത്ത് മാനേജ് ചെയ്തത് എൻ്റെ തൊപ്പിക്ക് എനിക്ക് കോൺട്രാക്റ്റ് ഉള്ള സമയത്ത് ഒരേ കോൺട്രാക്റ്റ് ആയിരുന്നു. ഇപ്പം പാർട്ട്ണർ പ്രോഗ്രാമാണ്. കോൺട്രാക്റ്റ് ഇല്ല ഇപ്പം. കോൺട്രാക്റ്റ് എന്ന് പറയുന്ന സംഭവം കിക്ക് എടുത്ത് കളഞ്ഞു. കാരണം ഇന്ത്യയിൽ അവർക്ക് ഓപ്പറേഷൻസ് ഇല്ലാത്തത് കൊണ്ട് അതെടുത്ത് കളഞ്ഞു. മനസ്സിലായോ? അതാണ് ഡിഫറൻസ്. അപ്പം പ്രൊഫൈലൊക്കെ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ ഇടുന്ന കോണ്ടൻസ് പോലെ നിങ്ങളുടെ കിക്കും ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. ജോക്കി വിളിക്കുന്നല്ലേ? ഓക്കെ ജോക്കി, ഹലോ. നമുക്കൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. എങ്ങോട്ട് വരണം? ഇങ്ങോട്ട് ബാക്കിൽ നമ്മൾ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സെന്ററിൽ അവിടെ പ്രൊട്ടക്ഷൻ നിൽക്കണം. അവിടെ ബാക്കില്
ബട്ട് കിക്കിൽ കുറെ ബഗ് ഇഷ്യൂസ് ഉണ്ട്. എടാ നമ്മൾ സ്ട്രീം ചെയ്തത് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവ് ഇല്ല ജോക്കി ഇവിടെ ഉണ്ട് പറ. ഏറ്റവും കുറവ് ബഗ്ഗുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം കിക്കായിരുന്നു സത്യം പറഞ്ഞ. ബാക്കി എല്ലാത്തിലും നല്ല ബഗ് ഉണ്ടായിരുന്നു. ആ ലോക്കോയും വലിയ ബഗ്ഗൊന്നും ഇല്ലായിരുന്നു. ലോക്കോ ബഗ്ഗൊന്നും ഇല്ലായിരുന്നല്ലോ. എങ്ങനെ ഇരിക്കണേന്നറിയാം ഇവിടെ. സൂപ്പർ. അതെ തന്നെ അങ്ങനെ നൈസായിട്ട് ഇടയിൽ ഇതാക്കിട്ട് ഇരിക്കണം. കുറച്ച് കഷ്ടപ്പെട്ട് ഞങ്ങള് ഇതിപ്പോ എന്തൊരു പിണങ്ങിയിരിക്കുവല്ലേ. ഇത് എണ്ണിക്കാനും പറ്റുന്നില്ല, നിക്കാനും പറ്റുന്നില്ല. ആ സൈഡ് ചരിച്ചല്ലേ. ഓക്കെ പേരെന്താണ് ബ്രോഡ്? സൂപ്പർ. സൈഡിൽ നോക്കിട്ട് ജയ നിൽക്കിട്ട് നോക്കിട്ടെ ലോൺ ഷെയർ ഒന്ന് സെർച്ച് തല്ലാൻ പറയാൻ വന്നപ്പോ റേഡിയോക്കകത്ത് രണ്ടുപേരാ TDS-നെ കണ്ടാ പിടിച്ച് തല്ലിയേട്ടാ. മന്ദാരം ഏവൽ TDS-നെ കണ്ടാ പിടിച്ച് തല്ലിയേട്ടാ. എന്റെ പൊന്ന സുഹൃത്തെ ഇത് കുറച്ച് കസേര ഇടുമ്പോ ഇവിടെ അടുക്കി പറക്കി ഇടുമ്പോ കുറച്ച് സ്ഥലം വിട്ടൂടെ? ഇത് എന്താ ചോക്കി നോക്കിട്ട് കസാരലോട്ട് നോക്കി ചോക്കി കസാരലോട്ട് നോക്കാം. ജോക്കി ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ എങ്ങാണ് വരുന്നോളാം. ഇത് വല്ലാത്ത ജാതി പ്രശ്നം. ജോക്കി നേരെ കസാരയുടെ മുന്നിൽ വന്നിട്ട് നേരെ കസാര ഫേസ് ചെയ്ത് നിൽക്കും. നേരെ അങ്ങനല്ല ഫ്രണ്ടിൽ വന്നിട്ട് നേരെ കസാരയുടെ ഫ്രണ്ടിൽ വാ. ആ ഇടയ്ക്കോട്ട് കയറി, ടേബിളിന്റെ ഇടയ്ക്കോട്ട് കയറി. ആ പയ്യെ കയറി, പയ്യെ കയറി. ആ ഫേസ് ചെയ്യാം. ഇനി റേഡിയോ ഇറങ്ങി കേട്ടോ. അവരുടെ റേഡിയോ റേഡിയോ ഇറങ്ങിയേ. കേക്ക് ഇപ്പൊ കസേര ഇല്ലല്ലേ? ഒരു ഷെയർ കേക്കല്ലേ സംസാരിക്കണ്ടേ? വേണ കൊള്ളാലോ. കേക്ക് സ്വന്തമായിട്ട് എല്ലായിടത്തും കസാര ഉണ്ട്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഗൺഫ്ലോന്റെ കേസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം ഒരു മാസം മുന്നേ കണ്ട് സൂചിപ്പിച്ചാണ്. കാർലോ ആൻഡ് വാസു. കേക്ക് ഒരു മിനിറ്റ്. ആ വാസു വാർച്ചായിട്ടൊന്ന് നോക്കിക്കോണേ. ഇനി പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്തതാണ്. ആൻഡ് എനിക്കൊന്ന് ജോക്കി ഒക്കെ ഉള്ള സമയത്ത് തന്നെയാണ് സാബുരു ഒരു ഡയറി അടിച്ചിരുന്നു നമ്മുടെ സ്റ്റാഫ്. ഇപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്തതിൽ 4000 ഉണ്ടാക്കുന്നുണ്ട്, 4000 CR ഉണ്ടാക്കുന്നുണ്ട് തോന്നിട്ട്. കേട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കേട്ടിരുന്നു. ഞാൻ മീൻസ് ഇൻ ദ സെൻസ് മൈ സ്റ്റാഫ് അവിടെ സാബുദിനെ പിരിക്കുകയാണെങ്കിൽ വീഡിയോ പോയില്ലേ, ഓർമ്മയുണ്ടോ? 10000 CR മേടിക്കാൻ വേണ്ടിട്ട് മിസ്റ്റർ ജോണി മാം നമ്മള് കൊറേ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നിങ്ങൾ കേക്കാണ് പുള്ളിക്കാരൻ്റെ ആരും പിടിച്ചത്. കേക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് എന്തോ ഒരു ബിസിനസ് പ്ലാൻ പറയുന്നുണ്ടായിരുന്നു. ബിസിനസ് പ്ലാൻ അല്ല ആക്ച്വലി. എനിക്കിപ്പോ ഈ പമ്പും ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി വേറെ ആളെ വെച്ചിട്ട് ഗണ്ടി നടത്തിയ മാസം 4000 CR ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഒരു ഫാമിലി ഇല്ല പുള്ളി. രണ്ടത്ര സാബുരു ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചാൽ പറഞ്ഞ ഈ പറഞ്ഞ രണ്ട് ഗെയിമിങ്ങിന്റെയും ഗോഡ് ഫാദേഴ്സിന് മുന്നിൽ വെച്ചാണ് പുള്ളി ഈ ഗെയിം കളിക്കിയത്. നിങ്ങൾക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഗോഡ് ഫാദേഴ്സ് പ്ലീസ് ഒന്ന് റിപ്ലൈ പറയണം. ഇല്ല ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. നമ്മളെ പമ്പിന്റെ കേസ് മാത്രം സംസാരിച്ചു. പുള്ളിക്കാരൻ തന്നൊരു വണ്ടി മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ലീഡർമാർക്ക് രണ്ടുപേർക്ക് ഇതിനെ പറ്റി എന്തായാലും ഒന്നും അറിയില്ല. കേക്ക് ഇവര് ഗോഡ് ഫാദേഴ്സ് എന്തെങ്കിലും ചെയ്തെങ്കിലേ ഉള്ളൂ. എനിക്കൊരു മഞ്ഞ അംബാസഡർ ഓഫർ ചെയ്ത് ഞാൻ വേണ്ട. എനിക്ക് പുള്ളി വന്നപ്പോഴേ താഴെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പോയി തിരിച്ചു. ജോക്കി ഓൾറെഡി ഒരു വണ്ടി അക്സെപ്റ്റ് ചെയ്തല്ലോ പുള്ളിയുടെ. അത് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ആദ്യമേ ആയിരുന്നു കേട്ടോ കേക്ക്. പിന്നെ നമ്മള് ഒരു നൂലിയുടെ ബന്ധം പോലും ഇല്ല നമുക്ക്. മിസ്റ്റർ ജോക്കി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം മിസ്റ്റർ ജോണിയും ജോക്കിയുമാണ് പുള്ളിയുടെ റൈറ്റ് ഹാൻഡ്സ് എന്നാണ് നമുക്ക് കിട്ടിയത്. അത് പുള്ളിക്കാരത്തിന്റെ ചുമ്മാ പറയുന്നതായിരിക്കും. നമ്മൾക്ക് ഇല്ല.
നിങ്ങൾക്ക് പല രഹസ്യ സ്വഭാവങ്ങളും ഉണ്ടെന്നാണ് നമുക്ക് മിസ്റ്റർ JP, മിസ്റ്റർ സാബുൻ ഒരു ദിവസം ഇങ്ങനെ കരഞ്ഞോണ്ടേ ആ പമ്പിന്റെ കേസ് പറയാനായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. എടാ ഇത് ആ പുള്ളിക്ക് അത് കിട്ടിയില്ല, ഏതൊരു എടാ, മാത്രമേ ഉള്ളൂ നമുക്ക്. വിട്ടേരെ, പിന്നെ ഏതൊരു വിട്ടേരെ, ബിസിനസ് ഒരു ഐഡിയ പറഞ്ഞു തരാം എന്ന് പറഞ്ഞായിരുന്നു, അത് മാത്രമേ. കേക്കാവോ? എനിക്ക് കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കേസ് ഇതാണ്. അതായത് നമ്മള് ഇപ്പൊ നിങ്ങളുടെ ആൾക്കാരുടെ നിങ്ങൾ രണ്ടാളുടെ മുന്നേ നിങ്ങളുടെ രണ്ടാൾക്കാരുടെ മുന്നേ വെച്ചത് പറഞ്ഞിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ട് പോയത് എന്റെ പൊന്നു കേക്ക് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? അത് ശരിയാണ്. നമ്മുടെ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. ഞാൻ ആ സമയം തന്നെ പുള്ളി പറഞ്ഞത് പകുതി പോലും കേൾക്കാതെ ഇറങ്ങി ഓടി താഴോട്ട്. ഞാൻ പിന്നെ കേക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഈ സാബ് ഗുരു ഉണ്ടല്ലോ, സാബ് ഗുരു ആക്ച്വലി ഇത് പുറത്ത് പറയണ്ട. സാബ് ഗുരുവിന്റെ ലെഗസി എല്ലാം പോയി കടമാണ്, ഫുൾ കടത്തിലാ പുള്ളി. സാബ് ഗുരു കുറെ 100 കോടിയുടെ പമ്പ് 2000 കോടിക്ക് മേടിച്ച്, പിന്നെ ഇങ്ങനെ കുറെ കുത്സിതം ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ. പുള്ളിയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നേ, ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിൽ. പക്ഷേ പുള്ളിക്ക് ഈ പറയണത് പോലെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പുള്ളി കുറേയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പുള്ളി കുറച്ച് ട്രാപ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ പുള്ളിയുടെ ലെഗസി പോയി എന്ന് ബാക്കിയുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ചിലപ്പോൾ തെള്ളുന്നതായിരിക്കും. ഗൺ ഡീലിംഗ് ഉണ്ട്, മറ്റേ പൈസ ഉണ്ട്, സോഴ്സ് ഉണ്ടെന്നൊക്കെ, മനസ്സിലായേ? അല്ലാതെ എനിക്ക് തോന്നുന്നില്ല സാബ് ഗുരു ഇതൊക്കെ ചെയ്തത്. കാരണം സാബ് ഗുരു സിറ്റി വന്നത് തന്നെ ഡാൻസ് ക്ലബ്ബ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പെൺപിള്ളേരായിട്ടാണ്. ആ ഡാൻസ് ക്ലബിനെ ബാക്ക് ചെയ്യാനാണ് ഞങ്ങളെ ആദ്യമായിട്ട് വന്ന് കണ്ടത് പോലും. അതില് ഒരു ഏജൻസിക്കാരനെ കണക്ക് വേറെ കേട്ടോ വാസു. അതെന്താണ്? അത് ചന്ദ്രൻ പറ്റിച്ച പൈസ. അതെനിക്കറിയാം, അവൻ കള്ളൻ. കേട്ടത് അത് ഡീലാക്ട് കേട്ടത് എന്തോ. ഇത് ഏതായിരുന്നു? എത്രയാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞു? ജോക്കി ഒരു സെക്കൻഡ് ഇപ്പൊ വരാവേ. കേക്കെ ഒരു സെക്കൻഡ് തരണേ സമയം. ഹലോ ബ്രോ, എന്താണ്? എന്താ ബ്രോ? ഹലോ ഹലോ ബ്രോ, ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് ഞാനാണ് സ്റ്റീവേ, ഇത് ഞാനാണ് നിന്റെ അടുത്ത് ഹലോ പറയണത്. നീ എന്നോട് ഇങ്ങനെ പറയരുതേ. അവരെന്തെങ്കിലും റിപ്ലൈ പറയണ്ടേ? ഇവര് പോയോ? ഹലോ, TDS ആരെല്ലാം ഉണ്ടോ ഇവിടെ? ഹലോ ഹലോ മച്ചു കണക്റ്റഡ് ഉണ്ടെന്താ മച്ചു സംസാരിക്കാത്ത? ഹലോ ഓടാ എടാ, അവന്മാരൊന്നും സംസാരിക്കുന്നില്ലടാ. സംസാരിച്ച് ഞാൻ കൊടുത്തു വിട്ടായിരുന്നു. ആണോ? എന്ത് പറഞ്ഞു? പ്രശ്നം ഉണ്ടാന്ന് വെച്ച്. അപ്പൊ അതുകൊണ്ട് നമുക്കെന്ത് പ്രശ്നം? നമ്മളൊന്നും ഒരു പ്രശ്നം വേണ്ടെന്ന്. എടാ എടാ അവന്മാര് ചിലപ്പോ ആഗ്രഹം കൊണ്ട് വിളിച്ചതാണെങ്കിലോ ടർഫ്. ആയിരിക്കും ആണല്ലേ? എന്തിന് കൂറിനാണ്? ഞാനൊരു ഒരു ഇതായിട്ട് പറഞ്ഞല്ലേ നമുക്ക് അവന്മാരെ അടിക്കണോ? അപ്പോഴത്തേന് നീ വേറെ വള്ളി എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞു. ഓ എന്തൊരു അൻസറിനാ. നിന്നെയൊക്കെ ഒരു സിറ്റുവേഷനിൽ വിളിച്ചാൽ നീയൊക്കെ വരുമോ? എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തത് വലിയ ഉപകാരങ്ങളാ ഇതൊക്കെ. സൈസ് ഓൺ ലെഫ്റ്റ് ആയി. ഇപ്പൊ വരും മിക്കവാറും അടി. ഗൺഷോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗൺഷോപ്പ് നിങ്ങൾക്ക് ബിസിനസ് ആയിട്ട് ആർക്കും വരാത്ത. നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അത്രയും പെട്ടെന്ന് ബിസിനസ് വരും. അത്രയും ലേറ്റ് ആണോ അത്രയും ലേറ്റ് ആയിട്ട് ബിസിനസ് ഉണ്ടാവുള്ളൂ നിങ്ങൾ ഗാങ്സിനുള്ളത്. ഞാനേ ഈ 4 പേരോടൊന്ന് മാറി നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യം, ഒരു ഫാമിലി കാര്യമായിരുന്നു, അത്യാവശ്യമായിരുന്നു. ഒന്ന് ജോക്കി മാസം ഒന്ന് വരണേ, ഒരു കാര്യം പറയാം. ഓ എക്സ്ക്യൂസ് മീ മിസ്റ്റർ കെകെ.
ഒന്ന് പറഞ്ഞേ ഞാനേ നടത്താനാണല്ലേ വിളിച്ചത്? അല്ലല്ല സാബുവിന്റെ ഒരു കൺഫെഷൻ ഉണ്ട് എന്റെ കയ്യില്. അതായത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ പുള്ളി നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാംഗിൽ അത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അത് വെച്ചിട്ടാണ് കൺസൈൻമെന്റിന് ഇത് ചെയ്യുന്നത്. ഈ പുള്ളി ഏതോ 5 ഗാങ്ങിനെ പൈസ ഫണ്ട് ചെയ്തിട്ട് അവരുടെ എന്തോ ഗണ്ണിന് പകുതി എന്തോ മേടിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ പുള്ളി ഡീലിംഗ് നടത്തുന്നത്. ഞാനത് നിങ്ങളോട് രണ്ടോട് ചോദിച്ചിട്ട് ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറയാതെ. അങ്ങനെയല്ല ജോഡിയാ പോവാ, ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട്. അതായത് കൺസൈൻമെന്റ് അടിക്കാൻ പോകുമ്പോ ഒരു പൈസ കൊടുക്കണമല്ലോ. ഈ പൈസ കൊടുക്കാൻ ഇല്ലാത്ത ഗ്യാങ്ങുകളുണ്ട് നമ്മുടെ സിറ്റിയിൽ. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഈ പൈസ പുള്ളി കൊടുക്കും. അത് തന്നെ ഞാനും പുള്ളി കൊടുത്തിട്ട് കൺസൈൻമെന്റ് വരുമ്പോ ഇപ്പൊ 60 ഗണ്ണ് 70 ഗണ്ണ് കിട്ടുവാണെങ്കിൽ 50 ഗണ്ണ് അവർക്കും 20 ഗണ്ണ്. എന്നിട്ട് ഇത് 16 CR മറിച്ച് വെക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് എന്താ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൺ ഷോപ്പ് ഒരിക്കലും പിന്നെ സിറ്റി വരത്തില്ല. നമുക്ക് മറ്റേ ഗൺ ഷോപ്പ് വേണ്ടേ? പിന്നെ വേണം. അത് വരണമെങ്കിൽ ഇത് പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ കൊടുക്കണോ വേണ്ടത് ഞാൻ നിങ്ങളോട് രണ്ടോട് ചോദിച്ചിട്ടായിരുന്നു. പുള്ളിയുടെ കൺഫെഷൻ എന്റെ ഫോണിലുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബ്ഗുരു എല്ലാം കൊണ്ടും നമുക്ക് ഒരു വെൽവിഷറായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാ പറയാത്ത. പുള്ളി ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ പുള്ളി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ സിറ്റിയില്. ഇതില് ശരിക്കും നഷ്ടവും നമുക്കാണ്. നമുക്ക് 5 CR ലിമിറ്റ് ഉണ്ട്. പുള്ളി 16 CR ഇത് കണ്ണമ്പിക്കുന്നു. നമ്മുടെ കണ്ണൊക്കെ അവിടെ മറ്റേ അട്ടി വെച്ചേക്കോ മറ്റേ വീട്ടില്. ഓ ഇത് പക്ഷെ ഒറ്റയിൽ എനിക്ക് നഷ്ടമാണ്. പുള്ളി എനിക്കൊരു സ്റ്റിയറിംഗ് വീൽ അയച്ചു തന്നിട്ടുണ്ട്. അത് ഷിപ്പിൽ എവിടെയോ ഉണ്ട്. ഇപ്പൊ എത്തിയില്ല വീട്ടിൽ. ഇതുവരെ ജോക്കിയുടെ വണ്ടി ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാം കൊണ്ടും നഷ്ടമാണ്. അതെ അതാണ് ഞാൻ പറഞ്ഞത്. കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ നമുക്ക്? അല്ല കേക്കിനെ കൊണ്ടുണ്ട് ജോക്കി. നമുക്ക് മുമ്പോട്ടുള്ള കൺസൈൻമെന്റ് ഒക്കെ പിന്നെ നമ്മളിതിൽ പാർട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൺസൈൻമെന്റും ഇല്ല ടർഫും ഇല്ലെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ ജോണിയപ്പനും ജോക്കിയും കൂടെ കേക്കെ ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു അല്ല കൺവിൻസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് രണ്ടോട് ചോദിക്കാനായിരുന്നു സാബുവിനെ പെടുത്തണോ വേണ്ടെന്ന്. അല്ല പെടുത്തരുത്. സാബുവിനെ കാര്യങ്ങൾ പറഞ്ഞു സാബുഗുരുവിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സാബു ആ പമ്പ് അല്ലേ വേണ്ട പോട്ടെ. നമ്പർ ഉണ്ടോ? 999. ഇത് പെടുത്തണ്ടായിരിക്കും. അങ്ങനല്ല ഞാൻ പറയണതെന്ന് പറഞ്ഞാ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് പറഞ്ഞ് നിർത്തിക്കാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്കിനും ഒന്ന് ഇംപ്രസ് ചെയ്ത് വെക്ക് ജോക്കിയും. പിന്നെ എന്റെ അന്വേഷണത്തിന് ഒസാമ എന്ന് പറഞ്ഞൊരു പുള്ളിയില്ലേ നമ്മള് തപ്പുന്നേ, അത് സാബ്ഗുരുവിന്റെ അണ്ടർ വർക്ക് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് കിട്ടിയിപ്പോ. അതല്ല, അതൊരിക്കലും അല്ല. കാരണം സാബ്ഗുരു ഇവിടെ വന്ന് ഇതാക്കണ സമയത്തെ നമ്മൾ ഒസാമയെ പിടിച്ചിട്ട് മണി ടർഫിൽ കൊണ്ടുപോയിട്ട് ഉരുട്ടിയതാ. അവ അതിലും വലിയ കള്ളനാണ്. ഈ സാബ്ഗുരുവിന്റെയും ഒസാമയുടെ മീറ്റിംഗിന്റെ ദൃശ്യവും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പോട്ടെ, അതും വേണ്ട. ഞാൻ ഇപ്പൊ വരാം. അല്ല പിന്നെ അത് നമുക്കിപ്പോ അത് പറയണ്ടല്ലേ, അത് വിട്ടേക്കല്ലേ. അതിപ്പോ പറയണ്ട. അതാ ഞാൻ പറയാ, ഞാൻ നിങ്ങളെ രണ്ടിനെ ഒന്നിച്ച് കിട്ടാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ, സാബ്ഗുരുവിന്റെ പേര് വരാതെ ഏതോ ഒരു അനോണിമസ് ഇതേപോലെ ഉണ്ട് ഗാങ്സിന് പൈസ കൊടുക്കുന്ന രീതിക്ക്, അത് വേണോ? അതെന്തായാലും ഓൾറെഡി പുള്ളിക്ക് അറിയാലോ സാബ്ഗുരു ആണോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വിശ്വസിക്കൂല. കുറച്ച് ടൈം ചോദിക്കാം, നമുക്ക് അത് അന്വേഷിക്കാം എന്നുള്ള ടൈമേ അങ്ങനെ ചോദിക്കാം. ഇങ്ങനെ ജോണിയപ്പോ തൽക്കാലം ഇങ്ങനെ പറ, അന്ന് ഞങ്ങളുടെ മുമ്പ് വെച്ച് സംസാരിച്ചപ്പോ നമ്മളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ചില്ല, അത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് ഇതാക്കാൻ ഒരു സമയം തരുമോന്ന് ചോദിച്ചാൽ മതി കേക്ക് എടുത്ത്. അതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് സാബ്ഗുരുവിനെ അടുത്തോട്ട് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ. ഇത് TDS അല്ല, ഇത് എനിക്ക് എന്റെ ഒരു ഇത് പറയാനാണെങ്കിൽ ഇത് മിക്കവാറും MS-13 ആയിരിക്കും. വൂൾഫി അല്ല പേര് കിടന്നിരുന്നത്, MS-13 ആവാനാണ് സാധ്യത. ഹലോ വാസുപ്രോ? അതെ. ആരാണ് ഇത് വുൾഫി. ഞങ്ങൾ MS-13 ആൾക്കാരായിരുന്നു. ഞങ്ങൾ കേക്ക് ആയിട്ടൊരു ചെറിയ മീറ്റിംഗിലായിരുന്നു. ഞാൻ ഗാങ് ഹൗസിൽ എത്തുമ്പോ വിളിക്കാം. ഓക്കെ. ഒന്ന് ഇപ്പൊ ഉടനെ എത്തുമായിരിക്കും അതോ? ഒരു 10-15 മിനിറ്റ് മാക്സിമം. ഓക്കെ ശരി. ഒന്ന് എത്തുമ്പോഴത്തേക്ക് വിളിച്ചു. ശരി.
ആ കിട്ടി 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 കിട്ടി. എന്നിട്ട് നമ്മൾ അങ്ങ് ഇരുന്നാ മതി. ഞാൻ എപ്പോ എവിടെയെങ്കിലും ഇതെന്ത് പറ്റി? ഇത് ജോക്കിക്ക് ചെറിയൊരു അസ്വസ്ഥത. അപ്പൊ എന്റെ അടുത്ത് ഒന്ന് കുറച്ചു നേരം ഒന്ന് എടുത്തോണ്ട് നടക്കാൻ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കുറച്ച് ടൈം കൂടെ വേണം അതിനെപ്പറ്റി ഒന്ന് തിരക്കാനും. അതെ, സത്യം പറഞ്ഞാൽ കേൾക്കുകയുണ്ടല്ലോ, നമ്മള് പുള്ളി ഇല്ല എത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഇത് സത്യമാണോ ഇല്ല, നമ്മൾ അന്നേരം അത് അങ്ങനെ കേട്ടങ്ങ് വിട്ടതാ ഇവര് രണ്ടുപേരും. മനസ്സിലായ ഇതൊരു സത്യം, നമ്മളത് അന്വേഷിക്കാനായിട്ട് പോയില്ല. കാരണം സാബ്ഗുരു സിറ്റിയിൽ ലീഗൽ സൈഡ് ബിസിനസ്സുകൾ മാത്രം ചെയ്തു വരുന്ന ഒരാളാണല്ലോ. പമ്പ്, മറ്റേ ബംഗ്ലാവ്, വീട്, ബാങ്ക്, റിസർവ് ബാങ്ക്. അത് ഒരു മിനിറ്റ്, സോറി. അപ്പൊ അതൊന്ന് അന്വേഷിക്കേണ്ടി. ഹലോ സാബ്ഗുരു, പറയൂ. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു നിൽക്കുന്നത്? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു അധോലോകമായി കഴിഞ്ഞ്. അദ്വൈതി, ഞങ്ങളിപ്പം കേക്കയുടെ അടുത്താണ്. മിസ്റ്റർ എക്സിനെ പറ്റിയൊക്കെ അറിയാവോ? അറിയാം. കേക്കാനായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടേ. പ്രശ്നമുണ്ട്. ഇതിപ്പോ വലിയ പ്രശ്നമാകാൻ പോവാ. അല്ല, എന്ത് പറ്റി പറഞ്ഞോ. കേക്കെ അറിഞ്ഞ് നിങ്ങൾ ഗ്യാങ്ങിന് ഫണ്ട് ചെയ്യുന്നതും അവരുടെ കയ്യിന്ന് ഗണ്ണ് മേടിക്കുന്നതും പുറത്ത് വിൽക്കുന്നതും ഒക്കെ. ശരി, കാര്യമുണ്ട്. ഇവിടെ വളവിലും വഴക്കിലും മൂട്ടിലും നിൽക്കുന്ന എല്ലാ കൊച്ചു ഫുണ്ടകളുടെ വരെ കയ്യിലും തോക്കൊഴുകുന്നു. ഇതിനൊക്കെ കാരണം നിങ്ങളാണ്. നിങ്ങളൊരു തോക്ക് മാഫിയായി ഇവിടുത്തെ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എന്റെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഒരാളെടുത്ത് ഇതുവരെ ഡയറക്റ്റ് ഡീൽ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ അന്ന് ഒരു ദിവസം വന്നിരുന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ? അത് എനിക്ക് പറയാലോ, എനിക്കെന്തും പറയാലോ. പക്ഷെ പറഞ്ഞത് സത്യമാണെന്നില്ലല്ലോ. നമുക്കിപ്പോ ആൾക്കാരോട് എന്തും പറയാലോ. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ രണ്ട് ടിവിയുടെ ഗോഡ് ഫാദറിനെ കെവിയുടെ ഗോഡ് ഫാദറിനെ അവിടെ പിടിച്ചു നിർത്തിയേക്കോ സത്യം അറിയാൻ വേണ്ടി. അത് കുഴപ്പമില്ല. പക്ഷെ അത് ഒരിക്കൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. പറഞ്ഞോ. ഈ ഒസാമ ഇല്ലേ, ഒസാമ, സാമുണ്ട്. അവനുമായിട്ട് എന്തെങ്കിലും ഡീലിംഗ് ഉണ്ടോ? ഇല്ല. അപ്പൊ സാബ്ഗുരുവിന്റെ കണ്ണൊക്കെ വെക്കുന്നത് ആരാ? എന്റെ കണ്ണൊക്കെ വെക്കുന്നത് എനിക്ക് പോലും അറിയില്ല ആരാന്നുള്ളത്. അതാണ് ഞാൻ ഉണ്ടാക്കിയ ഇവിടുത്തെ സിസ്റ്റം. എന്നെ ഇറക്കിക്കോ. ഇതിന്റെ മുകളിൽ ആരാന്നോ ഇതിന്റെ താഴെ ആരാണെന്നോ അല്ലെങ്കിൽ ഇത് ആരാന്നോ ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്ക് ഇത് ട്രേസ് ചെയ്ത് പിടിക്കാൻ കഴിയില്ല. കാരണം ഞാനിതൊന്നും എന്റെ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യലില്ല. ഞാനിതിലേക്കൊന്നും ഡയറക്റ്റ് ഫണ്ട് കൊടുക്കുന്നില്ല. ഫണ്ട് കൊടുക്കുന്നതിന്റെ അല്ല, അവര് ഇപ്പൊ നമ്മുടെ അടുത്ത് കേക്കെ ചോദിച്ചോണ്ടിരിക്കുക ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയോ, എന്തെങ്കിലും ഇതാക്കാ പറഞ്ഞു തരുമോ? എന്റെ അഭിപ്രായത്തില് ഇവിടെ ഏറ്റവും വലിയ ഗൺ മാഫിയ ആരാന്നറിയോ? ആരാണ്? ചന്ദ്രബോസ്. ചന്ദ്രബോസ് കൊടുത്ത വഴി ഞാൻ പല ഗണ്ണും വാങ്ങിച്ചിട്ടുണ്ട്. ചന്ദ്രബോസാണ് ഇതിന്റെ പിന്നിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ മാഫിയ ചന്ദ്രബോസാ. ഗണ്ണാണെങ്കിലും എന്താണെങ്കിലും എല്ലാ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നത് ചന്ദ്രബോസാണ്. ഞാനൊക്കെ ശിശു. ഇത് എങ്ങോട്ടാ ഇത് പോണ ദൈവമേ? ഇവിടെ ഏറ്റവും വലിയ ഗൺമാഫിയ ചന്ദ്രബോസാ. ഇങ്ങനൊന്നും പറയല്ലേ, ഇതൊക്കെ അവന് കേൾക്കുമ്പോ ഭയങ്കര ഹരവാ. അല്ല, സത്യം കൂടുതൽ പോക്കൃത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും, ഞാൻ അത് വളരെ രഹസ്യമായിട്ട് വെച്ചൊരു കാര്യമാണ്. ഇവിടുത്തെ ഗൺമാഫിയ ചന്ദ്രബോസ്, മുച്ചിരി, ഇവരൊക്കെയാണ്. ഇവരാണ് ഈ ഗണ്ണ് അറിയാത്തവരാ. അവരൊക്കെയാണ് ഈ ഗണ്ണ് ഔട്ട് ചെയ്യുന്നത്. ഈ ഔട്ട് ചെയ്ത ഗണ്ണ് പല വൈക്കൂടി തിരിഞ്ഞു പറഞ്ഞിട്ടാണ് നമ്മളെ കൈകളിൽ എത്തുന്നത്. മനസ്സിലായോ? നിങ്ങളെ സീരിയൽ നമ്പറുള്ള കുറച്ച് ഗണ്ണ് ഇതിന്റെ മുന്നേ മിസ്സായില്ലേ? അതൊക്കെ ചന്ദ്രബോസ് മുഖേന വന്ന സാധനങ്ങളാ. അതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗണ്ണ് പോലും ആ ബാച്ച് മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഒരു ബാച്ച് പോലും പോയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ ഗണ്ണിന്റെ കൺസൈൻമെന്റ് അടിക്കുന്ന ആൾക്കാർ ആരാ? അപ്പൊ നിങ്ങൾ അത് ആലോചിച്ചാൽ മതി. ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഗണ്ണ് പുറത്തു പോകുന്നതാണ്? നമ്മളെ ടിവിയുടെയും കെവിയുടെയും കയ്യിൽ നിന്ന് അധികം ഗണ്ണുകൾ പ്രീവാറിൽ പോയിട്ടില്ല. ഈ ഇടയ്ക്കും കണ്ട ഒരു പ്രീവാറിൽ എന്തോ നമ്മുടെ കയ്യിൽ നിന്ന് ഗണ്ണ് പോയിട്ടുള്ളൂ. അല്ല, ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? ഞാനൊരു രഹസ്യ വിവരം തരട്ടെ. നിങ്ങളെ ഗണ്ണുകൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, യൂസ് ചെയ്ത് ഈ മറ്റേ തീരാനായ ഗണ്ണില്ലേ, ഈ ഇവിടെ കുറച്ച് ആൾക്കാർ ഇതിന്റെ ഓരോ പറയുന്നില്ല. ഇവിടെ ചെയ്തെന്താ പറഞ്ഞാല് യൂസ് ചെയ്ത് തീരാനായ ഗണ്ണ് വാങ്ങിക്കും. ചെറിയ പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് ഈ ഗണ്ണ് റീപ്ലേസ് ചെയ്യും.
എന്നിട്ട് നിങ്ങളുടെ അടുത്ത് നല്ല കണ്ണെടുത്തുണ്ടോ? മനസ്സിലായോ? എങ്ങനെ മനസ്സിലായില്ല? അപ്പൊ അതായത് ഈ യൂസ് ചെയ്ത് തീരാനായ കണ്ണുണ്ടാവല്ലോ, ഡ്യൂറബിലിറ്റി തീരാനായ കണ്ണ്. ഡ്യൂറബിലിറ്റി കഴിയുന്ന കണ്ണില്ലേ, ഇത് തിരിച്ചു കയറ്റിട്ട് നല്ല കണ്ണെടുക്കും. ഇത് എവിടെ തിരിച്ചു കയറ്റും? ഇത് നിങ്ങൾ എവിടെയാണോ കണ്ണ് വെക്കുന്ന അവിടെ. എന്നിട്ട് അവരെന്ത് ചെയ്യും, നല്ല കണ്ണെടുത്തിട്ട് പുറത്ത് വെക്കും. ആര്? ചന്ദ്രനാ? ഇതൊക്കെയാണ് നിങ്ങളെ ഫാമിലി നടക്കുന്നത്. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് കണ്ടാ മതി. ഇതൊക്കെ ഒരു 1.5 മാസം മുമ്പ് വരെ നടന്നിട്ടുണ്ട്, ശരിയാ? അതിനുശേഷം നടന്നിട്ടില്ല. ഈ ഒരാഴ്ച മുന്നേ നടന്നൊക്കെ എന്റെ കയ്യിലെത്തേക്ക്. ഒരാഴ്ച മുമ്പോ? ഇതൊക്കെ വളരെ സീക്രട്ട് ആണ്. അതായത് ചന്ദ്രൻ എനിക്ക് 1000 CR ഒക്കെ തന്നത് അന്വേഷിച്ച് നോക്കിയാൽ മതി. ചന്ദ്രൻ എനിക്ക് 1000 CR തിരിച്ചു വന്നറിയോ? ചന്ദ്രനെ കടം വീട്ടിയോ? വീട്ടി. അത് ആ ഫണ്ട് എവിടുന്നാ വന്നത്, അത് എങ്ങോട്ടാ പോയത് എന്നൊക്കെ അന്വേഷിച്ച കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ 2 ബോസാണ്, ഒന്ന് മുച്ചിരി ബോസും ഒന്ന് ചന്ദ്ര ബോസും. ഇവരറിയാതെ സിറ്റിയിൽ ഒരു ഇല്ലീഗൽ ബിസിനസ് നടക്കുന്നില്ല. ഇവിടെ മിസ്റ്റർ എക്സ് അന്വേഷിച്ച് പോയാല് ലാസ്റ്റ് നിങ്ങളെ ഫാമിലി തന്നെ എത്തുക. ആരും വിളിച്ചൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ഫൈനൽ. എന്റെ കാര്യം ഞാൻ മാനേജ് ചെയ്യും, കുഴപ്പമില്ല. എന്നെ പറ്റിയുള്ള ഒരു തെളിവ് പോലും അവർക്ക് അവശേഷിക്കാൻ അല്ലെങ്കിൽ ഒരാൾക്ക് എന്നെ ചൂണ്ടിക്കാണിക്കാനോ ഉണ്ടാവില്ല. അതെനിക്ക് 100% ഉറപ്പാ. ജോക്കി അവിടെ നിന്ന് എന്തോ പ്ലക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് തത്സമയത്തില് കേട്ടാ. അത് ഞാൻ ബിസ്ക്കറ്റ് ഇങ്ങനെയാ ബിസ്ക്കറ്റ്. ഹലോ, ഞാൻ പറയണ സാബ്ഗുരു, ഞാനിപ്പോ എന്ത് പറയണം കേക്കയുടെ അടുത്ത്? അറിയില്ലാന്ന് പറയണോ? ഞാനില്ലൊന്നുമില്ല. ഓക്കെ എന്നാ ഞാൻ അങ്ങനെ പറയാവേ. ഓക്കെ. പിന്നെ പ്രകാശം പരക്കട്ടെ. അപ്പൊ ശരി. പ്രകാശോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതോ, അത് മിസ്റ്റർ എക്സിന്റെ അടുത്ത് നിങ്ങൾ ഇതിന്റെ ഡീലിന് പോകാണ്ടിരിക്കുന്നത് നല്ലതാണ് എന്റെ അഭിപ്രായം. ഈ കേക്കൊക്കെ നല്ലോണം അറിയാം. ഇതിന്റെ ബാക്കിൽ ചന്ദ്രബോസ് അതുണ്ട്. ചന്ദ്രബോസ് ആണെന്നുള്ള കാര്യം കേക്കൊക്കെ അറിയാം, പക്ഷെ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് സോൾവ് ചെയ്ത കാര്യമാണ്. അത് സോൾവ് ആവില്ല, കാരണം അവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഈ മുള്ളോണ്ട് എടുക്കാന്നുള്ളൊരു കളിയാണ് കേക്ക് ഇവിടെ കളിച്ചുകൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ഓക്കെ ശരി. ജോക്കി, മുള്ളുകൊണ്ട് എടുക്കുന്ന പരിപാടി എന്തോന്ന് അറിയോ ജോക്കിക്ക്? ഇല്ല, പറഞ്ഞു. എനിക്കും അറിയില്ല, അത് പുള്ളി അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതെന്താന്ന് അറിഞ്ഞ് കണ്ടുപിടിക്കണം എനിക്ക്. ചന്ദ്രന്റെ കേസ് എന്താ പറഞ്ഞേ? അതാണ് മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞത്. ഓരോ മൂലയ്ക്ക് ഒരാളെ പിടിച്ച് ഇറാനിൽ പോലെ ബോംബും വരുന്നുണ്ട്. ജോക്കി ഇരുന്നോ? അടിയുണ്ടോ? നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. ഞാൻ അതാണ് ഒരു കോൾ വിളിക്കാൻ പോയത്. പക്ഷെ എനിക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി. അതാണ് അന്വേഷിച്ചപ്പോ ഒന്നും കിട്ടിയില്ല. പിടിക്കാൻ പോവാന്നോ എന്താ പറഞ്ഞ ഓർമ്മയില്ല. അതൊക്കെയാണ് അതിന്റെ കാര്യമല്ലോ ഞാൻ പറയണം. ഞാൻ പറയണത് ഈ സാബ്ഗുരുവിന്റെ കാര്യത്തെ പറ്റിയാണ്. കേക്കൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് പറ, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പറയാം. കേക്കൊക്കെ ഈ കൂട്ടത്തിൽ നമ്മുടെ KVA ഫാമിലിയിലെയോ TVA ഫാമിലിയിലെയോ ആരെങ്കിലും സംശയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിക്കാം. എനിക്ക് മുള്ളിനെടുക്കാൻ നോക്കിയപ്പോ എന്റെ അടുത്ത് വാസുമോൻ ഒരു ഇത് വെച്ചത്, ചെക്ക് വെച്ചത്. കള്ളനെ പിടിച്ചു തരാം, ഞങ്ങളവിടെ വെറുതെ വിടണം പറഞ്ഞത്. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കും. അല്ല, അത് 1 മാസം 2 മാസം കണ്ടായില്ലേ നമ്മൾ പിടിക്കുന്നു പറഞ്ഞാൽ പിടിക്കും.
നിങ്ങളുടെ കയ്യിലേക്ക് എത്തേണ്ട ബിസിനസ് ആണ് അതുപോലെ ലേറ്റ് ആയിക്കൊണ്ട് ക്യാൻസർ രോഗി മരിച്ചിട്ടല്ല ക്യാൻസർ ചികിത്സ നടത്തണ്ടേ. അത് ശരിയാണ്. അത് പുതിയൊരു അറിവാണ് കേട്ടോ. ഒരു കൊല പുറത്ത് ഒരു പഴം മാത്രം മതിയോ? മൊത്തം അല്ല എല്ലാ പഴം വേണം. എല്ലാ പഴം കൊണ്ടുവരാന്ന് പറഞ്ഞു. അതിന് സമയം എടുക്കും. കൊലയല്ലേ ഇപ്പം സമയം എടുക്കുക. കൊല ഒറ്റവട്ടല്ലേ ഉള്ളൂ. ടോക്ക് പണ്ടത്തെ കൊല പഴുക്കാൻ സമയം ഇതൊക്കെയാണ് ഇവരുടെ ഇതില് വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഇത് ഈ നമുക്കിതൊക്കെ കേട്ട് പഠിക്കാം. പഴുക്കുന്നോണ്ടാണ് എനിക്ക് കുഴപ്പമില്ല. പഴുക്കുന്നതോറും ബിസിനസ് ലേറ്റ് ആവും. നിങ്ങള് അതെ എപ്പോഴും കൃഷി ഞാനൊരു കാര്യം പറയട്ടെ കേക്ക്. ഞാൻ വരാം, ഇങ്ങോട്ട് വരാം. സമയമില്ലല്ലോ. ഒരാള് ഗർഭിണിയായ പ്രസവിക്കാൻ 11 മാസം എടുക്കത്തില്ലേ? അത് കണക്ക് ഒരുത്തം കണ്ണു കൊണ്ടുപോയി കഴിഞ്ഞാൽ 6-7 മാസമൊക്കെ എടുക്കും. എടുക്കത്തില്ലേ? 9 എടുക്കത്തില്ലേ? 10 എടുക്കത്തില്ലേ? എടുത്തു എടുക്കുന്ന സമയത്ത് എന്തോ എടുത്തു. ഞാനൊരു ഉപമ പറഞ്ഞ ആടോ. ഓക്കെ കേക്ക് ഉപമ പറഞ്ഞാണ് കേക്ക്. അപ്പം അത് സമയം എടുക്കും കേക്ക്, മനസ്സിലായോ? നമ്മൾ തത്സമയത്തിൽ ഒരു 2 മാസം മിസ്റ്റർ ജോക്കി, അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഗണ്ണ് ഇങ്ങനെ ഓഫായിട്ട് വലിയ സെയിൽ നടക്കുന്നുണ്ട്, നമുക്ക് ബിസിനസ് കുറയുന്നുണ്ട്. കേക്ക് ഇപ്പൊ ആവശ്യം പറഞ്ഞ ഒസാമയെ പിടിക്കണം. ഒസാമയെ പിടിക്കല്ല, ഒസാമയെ പിടിക്കലല്ല ജോക്കി കേക്കയുടെ ആവശ്യം. കേക്കയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഗാങ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഗൺസ് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒതുങ്ങി നിൽക്കണം. അത് സിറ്റിസൺസിന്റെ കയ്യിൽ അവിടെ എവിടെയൊക്കെ ചെല്ലുന്നതും ഗണ്ണിന്റെ ഫ്ലോ കൂടുന്നതും നമ്മുടെ ഇതിനെ ബാധിക്കും. അത് ഇവിടെ ഇല്ലീഗലി അവർ ഇത്രയും കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന അവർക്കത് ബുദ്ധിമുട്ടാണ്. അതാണ് കേക്കയുടെ ടാർഗറ്റ്. അല്ലാതെ കേക്കയുടെ ടാർഗറ്റ് ഒരിക്കലും ഒസാമയെ പിടിക്കലല്ല. ഒസാമ ആരാണ്? കേക്ക് ഉള്ളത് കൊണ്ടാണ് ഒസാമ പോലും വന്നത്. അപ്പൊ കേക്ക് ലീഡ്സ് വേണം, ആരൊക്കെ വിൽക്കുന്നുണ്ടെന്നുള്ളത്. അതെ, അതുണ്ട്. കേക്ക് ഉണ്ട് അല്ലേ? ലീഡ്സ് എന്തെങ്കിലും ഞാൻ വേണേ നെയിം പറഞ്ഞുതരാം. പറ. ഒന്ന് ഈ പറഞ്ഞ ഒസാമ, ബ്ലാക്ക് ബെൽറ്റ് സലീം. ബ്ലാക്ക് ബെൽറ്റ് സലീമാ? ചെയിനില് പുതിയ ആളാണല്ലോ. അല്ലല്ല, ഓൾറെഡി ഉള്ള ആളാ. ബ്ലാക്ക് ബെൽറ്റ് സലീമിന്റെ പേര് അതെ അതെ അതെ. പിന്നെ പിന്നെ വന്നിട്ട് നമ്മുടെ എന്താ ഇരിക്കാത്ത, പിന്നെ വന്നിട്ട് വൺ മിസ്റ്റർ പീറ്റർ. രാജുക്കുട്ടൻ. അതിപ്പോ എനിക്ക് എന്നത് പറയാട്ടോ. ഒരു ചെയിനുണ്ട്, ഒരു ചന്ദ്രബോസിനെ മിസ്സാക്കി. ഇല്ല വീണ്ടും അല്ല, ഞാനിത് കുക്കുടോവാദ ലോകത്തിലെ എല്ലാ ആൾക്കാരുടെ മുമ്പിൽ ഒരു കൺഫെഷൻ നടത്തുകയാണ്. ഒരു കുറച്ച് മാസം മുമ്പ് വരെ ചന്ദ്രബോസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ അംഗം ഗണ്ണ് മോട്ടിച്ച് വെളിയിൽ മറച്ചു വെക്കുമായിരുന്നു. കഴിഞ്ഞ 1 മാസമായിട്ട് കോഹ്ലിയുടെ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്ന ആളെ പുറം ലോകത്ത് അധികം അറിയിച്ചില്ലെന്നേ ഉള്ളൂ. വെളിയിൽ ഇറങ്ങുമ്പോൾ ഹുഡിയൊക്കെ ഇട്ടാണ് ഇറങ്ങാറുള്ളത്. പക്ഷേ ആൾക്ക് ഒരു ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യമായിരുന്നു. ആൻഡ് അതൊരു അബദ്ധം പറ്റിയതാണ്. പിന്നെ കുറേ ഫൈനാൻഷ്യലി കുറേ കടങ്ങൾ തീർക്കാനുള്ളത് കൊണ്ട് നമ്മൾ 1 വർഷത്തേക്ക് വാൺ ചെയ്ത് വിട്ടു. അല്ല, ഒരു ഡൗട്ട്. ഗാങ്സിന് കറക്റ്റ് പ്രോപ്പർ എമൗണ്ടിൽ കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ, ഉണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞ ചന്ദ്രൻ കുറ്റം ചെയ്തിട്ടില്ല. ഗാങ്സിനല്ല കൊടുക്കുന്നത്. അല്ല, സിറ്റിസന് പറ്റില്ല. പറ്റില്ല, അതാ പറഞ്ഞേ. ഞാൻ വിചാരിച്ചു ഗാങ്സിനാണെന്ന്. ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ ബ്ലാക്ക് ബെൽറ്റ് ബ്ലാക്ക് ബെൽറ്റ് സലീം എന്നൊക്കെ പറയണത് പോലെ ഈ ചന്ദ്രന്റെ അടിയിൽ ഇങ്ങനെ ഒരു വിങ് ക്രിയേറ്റ് ആയിരുന്നു. സോമശേഖരൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ഒരു വിങ് ക്രിയേറ്റ് ആയി. അവരായിരുന്നു ഈ ഗണ്ണ് ഫുള്ള് ഡീൽ ചെയ്യണത്. അപ്പൊ ഈ മാഫിയ ഇങ്ങനെ വളർന്നോണ്ടേ ഇരിക്കുവോ ഡെയിലി. ഒരു പേര് വിട്ടുപോയി കേട്ടോ. പിന്നെ കൂട്ടത്തില് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു സാധനത്തിന് ഞങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നു. AP പാപ്പൻ, പുള്ളിയും 2 ഗണ്ണ് വിറ്റായിരുന്നു പുറത്ത്. ചില ആൾക്കാർക്ക് എന്തോ ഒരു സ്വത്തുണ്ടെങ്കിലും കട്ട് വിറ്റാലേ സുഖം വരുള്ളൂ. അങ്ങനെ ചില ആൾക്കാരുണ്ട് ജോക്കിയത്. പ്രായത്തിന്റെ അതെ, പ്രായത്തെ പറയരുത് കേക്ക്. എല്ലാ പ്രായമുള്ളവരും അങ്ങനല്ല. അത് ശരിയാ. ജോക്കി പോലും തൊടാറില്ല. സത്യം. പുള്ളിക്ക് പക്ഷെ കാശിന്റെ ആവശ്യം എന്താ? വന്നാലേ ആവശ്യമുള്ളൂ, ചെലവുള്ളൂ. അതെ, എല്ലാം മുന്നിൽ നിന്ന് ഞാൻ നോക്കാറുള്ളതുകൊണ്ട് ജോക്കിക്ക് അങ്ങനെ കടമൊന്നും ഇല്ലല്ലോ. പക്ഷെ വാസു വേറെ കാര്യം പറയട്ടോ, പണ്ട് പുള്ളി KV വന്നപ്പോ എന്നും മീറ്റിംഗ് വരായിരുന്നു. PV വന്ന പിന്നെ വരാണ്ടായത് പുള്ളിയല്ലേ. തിരിച്ചു കൊടുത്താലോന്നുള്ള ആലോചനയുണ്ട്. തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഹിറ്റ്മാനെ അങ്ങ് എടുത്താലോ? തരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ,
ഇപ്പം തന്നെ കാർലോ ഭാര്യയോട് സംസാരിക്കണത് ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട്. ഹിറ്റ്മാനോട് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത അടിനാശം വെള്ളപ്പൊക്കമാവും. മനസ്സിലായോ? അപ്പൊ കേക്ക് ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കേക്ക് ഇതൊന്നും ഇതില് നിങ്ങൾ ഈ ഗ്യാങ്ങുകളെ തമ്മിൽ തല്ലി നെയിം എടുക്കുക. കേക്ക് രായ്പേട്ട പീറ്റർ. പീറ്റർ ഈസ് വൺ ഓഫ് ദി ലെഫ്റ്റ് ഹാൻഡ് ഓഫ് ചന്ദ്രൻ, ചന്ദ്രബോസ് ടിവിയെ. അവനെ എനിക്കറിയാം, അവനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഈ പീറ്ററിനെ ഞാൻ പിടിച്ചായിരുന്നു. പീറ്ററിനെ പിടിച്ച് നല്ല ഇടി ഇടിച്ചായിരുന്നു. ഒരു 5 ദിവസം ഗുഹയ്ക്കകത്തിട്ട്. എന്താ കേട്ടില്ല? എന്നിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പുള്ളി. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ന്യൂ ഇൻഫോ. അത് പുതിയ ഇൻഫർമേഷൻ. ഞാൻ പറയട്ടെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? കേക്കെ, ഞാൻ ഇവനെ പിടിച്ച് സെല്ലിനകത്തിട്ട് ഒരു ഗുഹയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ച് ഫുഡ് പോലും കൊടുക്കാതെ നല്ല ഇടി ഇടിച്ച്. ഇനിയിപ്പം കിട്ടുവാണെങ്കിൽ കേക്കയുടെ മുന്നിൽ ഡയറക്റ്റ് കൊണ്ട് തരണോ? അല്ല, കേക്ക് എക്സാക്ട്ലി എന്താ വേണ്ടുന്നേ? ഞങ്ങളിത് നിർത്തി തരണോ, അതോ ഇത് ചെയ്യുന്നവരെ പിടിച്ചു തരണോ? ഇനി ചന്ദ്രനാണേലും പിടിച്ചു കെട്ടിക്കൊണ്ടു തരാം. അതിന് കാർലോ ചെയ്താലും അപ്പാപ്പൻ ചെയ്താലും ജോഡി അപ്പാപ്പൻ ചെയ്താലും ഹിറ്റ്മാൻ ചെയ്താലും ഞാൻ ചെയ്താലും ജോക്കി ചെയ്താലും നമ്മൾ പിടിച്ചോണ്ട് വരും. പിടിച്ചോണ്ട് നമുക്ക് നിങ്ങളുടെ മുന്നിൽ തീരുമാനം എടുക്കാം. ഒന്നെങ്കിൽ പുള്ളി അങ്ങ് അവസാനിപ്പിച്ചിടാം. ചന്ദ്രനെ എനിക്ക് കൊണ്ട് തരാൻ പറ്റത്തില്ല. ഞാൻ കാർലോ ഏൽപ്പിക്കാം. കാർലോ കൊണ്ട് തരുവേ. കാരണം എനിക്കത് കണ്ടിരിക്കാൻ പറ്റില്ല. എനിക്കത് പിന്നെ ചന്ദ്ര ഗ്യാങ്ങിലുണ്ട്. പിന്നെ എടുത്ത് കോഹ്ലിയുടെ പൊസിഷൻ കളഞ്ഞതേ ഉള്ളൂ. ഗ്യാങ് മെമ്പറാ. പക്ഷെ അവൻ ഈ പോക്കത്തരം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല കേട്ടോ. ഇപ്പൊ സത്യമായിട്ട് അറിഞ്ഞൂടാ. ഇപ്പൊ അത് ചെയ്യുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. കേക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, സമ്മതിച്ചു. അല്ല, കേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ട് ഇപ്പൊ ചന്ദ്രൻ ഇത് ചെയ്യുന്നുണ്ടെന്ന്? ഇപ്പൊ പീറ്റർ ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് സലീം ചെയ്യുന്നുണ്ട്. കേക്കാവോ? അതായത് നമ്മളെ ടിവിയും കൂടി അന്വേഷിച്ചിട്ട് അടുത്ത എന്തോ കോൾ എടുത്തിട്ടും എന്തോ പുതിയ ഉടായിപ്പോയി. ഇത് എന്റെ വീടിന്റെ പുന്നമൂട്ടിലെ ജിയോ പോലെയായി ചേട്ടാ. ഇത് കോള് വിളിച്ചാൽ ഇങ്ങനെ കട്ടായി പോവാ. ഞാൻ റിയൽ ലൈഫിൽ ആരെങ്കിലും കോള് വിളിച്ചാൽ ഇങ്ങനെ എൻ്റെ ഫോണ്, എൻ്റെ ഐഫോണ് ഇങ്ങനെയൊക്കെയാണ് ആവണ. ഇവിടെ റേഞ്ച് ഇല്ല. ഇവിടെ വൈഫൈ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകണം. മനസ്സിലായോ? ഹലോ, എവിടെ ഉള്ളപ്പോ? ഞാന് കേക്കായിട്ട് സംസാരിച്ചില്ല, മീറ്റിംഗില്ല. മിസ്റ്റർ എക്സിലാണോ? അതെ. പിന്നെ കേക്ക് എവിടെ? ഞാൻ മിസ്റ്റർ എക്സിലേക്ക് വരട്ടെ. മിസ്റ്റർ എക്സിലേക്ക് വരട്ടേന്നോ? ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറി കൊടുത്ത അങ്ങേര് പടയാള് പൊട്ടാളം എല്ലാം ഇവിടെ നിപ്പുണ്ട്. അങ്ങേര് നേരെ കൊണ്ടുപോകും. അല്ല, അലിഗേഷൻസ് ഉണ്ട്. ഓക്കെ, എന്റെ അടുത്ത് ഇല്ലാത്ത സാധനം ഞാൻ എന്ത് ചെയ്യും? എന്നോട് തന്നെ പറഞ്ഞില്ലേ സാബ് ഗുരു ഇത് ചെയ്യുന്നുണ്ട്, വേറെ ആളെ വെച്ചാ ചെയ്യുന്നതെന്ന്. ഇല്ലല്ല, ഞാനത് തമാശക്ക് പറഞ്ഞല്ലേ. അങ്ങനെ ആവും. ഇതിനൊക്കെ ഈ സിറ്റി മൊത്തം കൺട്രോൾ ചെയ്യുന്ന മിസ്റ്റർ എക്സ്. ഇവർക്ക് ഈ കോൾ റെക്കോർഡൊക്കെ ഈസി ആയിട്ട് എടുക്കാം. എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല തമാശക്കാത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ വരാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് സംസാരിക്കാം. അതിനുശേഷം ഞാൻ കേക്ക് ആയിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരാം. അതാണ് ബുദ്ധി. ഇത് അതിബുദ്ധിയാവും. ഇപ്പൊ വന്ന് ഞാൻ പോയി സംസാരിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. കേക്ക് എടുത്ത് നേരിട്ട് സംസാരിച്ചോ. പക്ഷെ കേക്കയോട് നേരിട്ട് ഞാൻ സംസാരിച്ചോളാം. ഓക്കെ. അത് തന്നെയല്ലേടാ പുള്ളിയും പറഞ്ഞത്. ഞാനും പുള്ളി ഒരേ കാര്യമല്ലേ പറഞ്ഞത്. മേടിക്കാൻ ആളുണ്ടെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഫാമിലിക്ക് എന്തൊരു ലാഭം വേണ്ടേ? ഗണ്ണ് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ചെലവുകളുണ്ട്. പീഡിനെ തല്ലണം. നമ്മുടെ ടിവിയില് പീറ്റർ ഒരു മെമ്പർ ഉണ്ട്. പീറ്ററാ? അങ്ങനെ ഒരു ടിവിയിലില്ല. ഇല്ല. നമ്മുടെ ലാസ്റ്റ് കൺസ്യൂമർ എന്തായിരുന്നു ടിവിയുടെ? ലാസ്റ്റ് കൺസ്യൂമന്റ് ഏപ്രിൽ, മെയ്, ജൂൺ അടുത്ത മാസം. ഓഗസ്റ്റ്, ജൂൺ ആയിട്ടോ? ആയില്ല. ഏപ്രിൽ ആയിട്ടുള്ളൂ. ഏപ്രിൽ 2-ാം തീയതി 11 മണി, 11:30-ക്കും 11:45-നും 11:50-നും ഇടയ്ക്ക്. ഓക്കെ, വെരി നൈസ്. താങ്ക് യു.
അന്ന് വൈകിട്ടായിരുന്നു മുതുക്കി സെയിൽസ് നടന്നത്. പീറ്റർ എന്ന പുള്ളി. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറയട്ടെ, അതൊരു ഫേക്ക് ഡേറ്റ് ആണ്. ഞാൻ ചുമ്മാ ഷോ ഇറക്കാൻ വേണ്ടിട്ട് റാൻഡം ഡേറ്റ് പോലെ ചുമ്മാ പറഞ്ഞ. ഞാൻ ഡേറ്റ് വേണമെങ്കിൽ കറക്റ്റ് എടുത്ത ഡേറ്റ് ആണോ? കൺസർവേറ്റീവ് ഡേറ്റ് അറിയാൻ കൊള്ളായിരുന്നു. മാർച്ചിലായിരുന്നു തോന്നുന്നു, ഏപ്രിലല്ലാതെ. ഡേറ്റ് നമ്മുടെ ഡാറ്റ മൊത്തം ഉണ്ട്. ഞാൻ പിന്നെ റഫായിട്ട് ഇപ്പൊ പി എ ഇല്ലാത്തോണ്ട് റഫായിട്ട് ഐഡിയ പറഞ്ഞോളൂ. ഞാനും എന്റെ പി ഇല്ലാത്തോണ്ട് എനിക്ക് പി എ ഇതുവരെ ഇല്ലേ, അതുകൊണ്ട് ഞാൻ റഫായിട്ട് ചുമ്മാ ഒരു റാൻഡം ഗസ് അടിച്ചതാ. കേക്ക് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് നമ്മളിത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാലോ സംഭവം നടന്നു എന്നുള്ളത്. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി ഡീറ്റെയിൽഡ് ഇൻഫോ എൻ്റെ ഇല്ല. ഞാൻ ഇടയ്ക്കൊക്കെ വരും, ഇങ്ങനെ കൺസൈൻമെന്റ് ഒക്കെ വരും, അങ്ങനെ പോകും, അങ്ങനെയുള്ള. അല്ലാതെ കറക്റ്റ് ഒരു ആക്യുറേറ്റ് ഡേറ്റ എൻ്റെ ഇല്ല. ഞാൻ പറയണമെന്ന് തോന്നില്ല കേട്ടോ മിസ്റ്റർ വാസു. അബ്യൂസീവ് ആണെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ അബ്യൂസീവ് ആയിട്ടൊന്നും പറയല്ലേ. സി ഐ എം വെരി ഡീസന്റ് മാൻ, വെരി ജെന്റിൽമാൻ. അതായത് ജോണിക്ക് നമുക്ക് നല്ല രീതിക്ക് അറിയാം ജെന്റിൽമാനാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നല്ലൊരു കള്ളനുണ്ട്, ഒന്നോ രണ്ടോ ടി വിക്ക് ഉള്ളില്. ഞാനോർത്ത് എന്റെ അടുത്തായിരിക്കും നമ്മളെ കള്ളന്മാരെന്ന് കൂടെ വിളി. ഇല്ല, നിങ്ങൾ എല്ലാരും വിളിച്ചില്ലേ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞാണ്. പേര് പോലെ തന്നെ കേക്കയുടെ ഉള്ളിൽ ഒരു കാട്ടുകളർ കാര്യം പറയട്ടെ. അവിടെ പ്രശ്നം എന്റെ ഉള്ളിലോ എന്തോ ഒന്ന് വന്നേ. അവിടെ പ്രശ്നമായാ? അല്ല, ഹിറ്റ്മാന്റെ കാര്യം പറഞ്ഞത് ചുമ്മാ തമാശ പറഞ്ഞാണ് കേട്ടാ. അത് കാര്യമായിട്ട് എടുക്കില്ലെന്ന് പറയണേ. ഇല്ല പ്രശ്നമായിട്ടില്ല. അല്ലല്ല, ഞാൻ ചോദിച്ചതാ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇല്ല ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഓൾ ഗുഡ്. എക്സ്ചാറ്റ് AR സെയിൽ പ്ലീസ് കോൺടാക്ട്. ഈ നമ്പർ പോകുന്നതിന് മുമ്പ് വിളിക്കണമല്ലോ. ഹലോ അണ്ണാ, MS30 നാളെ വന്ന് കണ്ടാ മതി ചോദിക്കുന്നു. മീറ്റിംഗിലല്ലേ? നാളെ വരാൻ പറ. ഓക്കെ. ഈ നമ്പർ ആരുള്ളത് നോട്ട് ചെയ്ത് പറയണേ. ഈ നമ്പർ ഫോൺ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ നമ്പർ എടുത്തു വെച്ചോണ്ട് ഇത് എങ്ങനെ ടൈപ്പ് ചെയ്യും? കാസ്റ്റോടെ ചാറ്റ് ടൈപ്പ് ചെയ്യാം. 205 502 502 81 16. ഓക്കെ. 2055028111. യൂസർ ബിസി. നാട്ടിലുള്ള എല്ലാ അച്ചിപ്പട്ടികളും കണ്ണിന് വിളിക്കുന്നത്. എടാ, ഇവിടെ ചാറ്റിൽ ഒരാൾ വന്ന് പറഞ്ഞടാ, ഹിറ്റ്മാന്റെ കാര്യം പറഞ്ഞത് ശോകമായിരുന്നു. ഞാനപ്പോ അവരുടെ ചാറ്റ് എടുത്ത് നോക്കിയപ്പോ ഭയങ്കര സീരിയസ് ഡിസ്കഷൻ. എനിക്കത് കാരണം ഞാൻ സത്യം പറയാലോ കേസ്, എനിക്കിപ്പോ പേടിയാ. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയണത് പോലും ഉണ്ടല്ലോ, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ പേടിയാ എനിക്ക്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്ലി ആയിട്ട് ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കൺസേൺഡ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളിങ്ങനെ RPയിൽ എന്തെങ്കിലും തമാശയായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തമാശയായിട്ടല്ല പലയിടത്തും എടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു പേടി എനിക്കിപ്പോൾ ഉണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിനു മുമ്പ് ഞങ്ങളെ അത്രയും എക്സ്ട്രീം വേഴ്സിലോട്ട് എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം KVയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് സെൻസിറ്റീവാണ് സത്യം പറഞ്ഞാൽ. സീരിയസ് ആയിട്ട് ഞാൻ അതാണ് അത് അത്രയ്ക്ക് ഇതായിട്ട് ഇതാക്കാൻ പറ്റത്തില്ല. ഞാനതാ പെട്ടെന്ന് അത് എടുത്തിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇനി ബാഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ബാഡ് ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ സോറി പറയാമെന്ന് വിചാരിച്ചത് അതാണ്. എന്റെ ഒരു കീഴിലെ ഇൻഫർമേഷൻ ഉണ്ട്. ഇവിടെ ഗണ്ണ് വയ്ക്കുന്ന ഒരുത്തന്നെ നമ്പർ കിട്ടിയിട്ടുണ്ട്. നമ്പർ തരട്ടെ? 205 സൂപ്പർ റിഷാൻ.
പേര് സൂപ്പർ. ആ പേര് അത് ജമാലു. ജമാലുവാ? അല്ലല്ല, അവൻ സത്യത്തിൽ നേരത്തെ അതിട്ടത് ഞാൻ പറഞ്ഞിട്ട്, അതായത് ഗണ്ണ് വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടിട്ട് ഇട്ടതാ. അതാ ഡ്രാമയാ ഡ്രാമ. ഒരു മിനിറ്റ് വാസു ഇങ്ങോട്ടൊന്ന് വരുമോ? വാസു ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ആരെയും നമ്പർ വന്നിട്ട് അവൻ മറ്റേ ഉസ്മാനാണ് സുലൈമാനാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഉടനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നാണക്കേടില്ലോടാ. പോയിട്ടാ പോക്കണം കേട്ടവനെ. എന്റെ ഓറ 2 ദിവസമായിട്ട് ഫുൾ മൈനസ്. 2 ദിവസമായിട്ട് പോയി അവിടെ തിന്നു വലിയ ചേട്ടാ കീഴ്ക്കൻ ഹിറ്റ്മാന്റെ ചിരി കണ്ടോ? എടാ ഇങ്ങനെ നാണം കെടുത്തല്ലേടാ. കാർലോയും ചിരിച്ച്. കാർലോയും ചിരിച്ച്. ജോണി ബാബും ചിരിക്കാതെ എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാ. ജോണി ബാബു നോട്ടി വെച്ച് തത്സമയത്ത് ചിരിക്കുവാന്നാണ് ഇവിടെ ഇൻഫർമേഷൻ കിട്ടിയത്. കേക്ക് അവിടെ മറിഞ്ഞു വീണെന്നാ കേട്ടെ. അതൊക്കെ കേട്ടിട്ട് എന്തുവാടാ ഇത്? ഇതൊക്കെ ആരെ ജോക്കി പറഞ്ഞു തന്നേ? ഇതൊക്കെ ആരാ പറഞ്ഞു തന്നേ? അവൻ ഇവിടെ ഇതിനകത്ത് പോസ്റ്റ് ഇട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അപ്പൊ എനിക്ക് എന്റെ ചാറ്റിൽ ബിഹേവ് ചെയ്യണം മര്യാദക്ക്. ഉള്ള കാര്യം പറയാ, കളിയാക്കല്ല. അത്രയും ബുദ്ധി ഉണ്ടെന്ന് ഇങ്ങനെ പേരിടൂ. JP ഫ്രീ ആണോ? JP അങ്ങനെ സ്റ്റാർലോഡായിട്ട് സാബുജി മീറ്റിംഗ് വെച്ചിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാവോ? എനിക്കറിയില്ല. ഇതൊക്കെ ജിപിയുടെ കോർഡിനേറ്റ് ചെയ്ത് ടൈം ഫിക്സ് കേട്ടോ മീറ്റിംഗിന്. ആ ഇൻഫർമേഷൻ വാലിഡ് അല്ലായിരുന്നു. ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ്. പക്ഷെ 10 മിനിറ്റ് മുമ്പ് ഇറക്കിയതാണ് സൂപ്പർ ഷാനി. അത് ഇവിടെ നിന്ന് ഇറക്കിയതായിരുന്നു. ഹിറ്റ്മാൻ ഇപ്പം അതൊന്ന് പറയായിരുന്നു കേട്ടോ. സീക്രട്ട് ഓപ്പറേഷൻ അല്ലേ അതാ? അയാളെ ബുക്കിംഗ് വെച്ചിട്ടുണ്ടാവില്ല സ്പോട്ടിൽ തന്നെ. നല്ലൊരു ഐഡിയ ആയിരുന്നു. വിശ്വസിച്ചു ആൾക്കാര്. ഇതിലിപ്പം നമുക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ള കേക്ക് പറ. അതിനനുസരിച്ച് ഞങ്ങൾ ഇന്ന് തൊട്ട് അതിനുവേണ്ടി നമ്മൾ TV ഒരുമിച്ച് ഇറങ്ങുന്നതായിരിക്കും. ഒന്നെങ്കിൽ പിടിച്ച എല്ലാ ഗണ്ണും തിരിച്ച നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ എല്ലാ ഗണ്ണും കയ്യിൽ വെച്ചാ ഞാൻ കത്തിച്ചു വിട്ടേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നാളെ തൊട്ട് ഈ സിറ്റിയിലെ സിറ്റിസനെ എല്ലാം പിടിച്ച് തള്ളട്ടെ. ഇത് എങ്ങനെ പിടിക്കാനാന്നാണ് കേക്കയുടെ ഒരു നാക്ക്. കേക്കയുടെ മനസ്സിൽ ഇത് കാണുമല്ലോ. പിടിക്കാൻ ഇപ്പൊ ഹിറ്റ്മാൻ ചെയ്ത പോലെ തന്നെ നമ്മള് നമ്മുടെ സ്റ്റാഫിനെ വേഷം മാറ്റി വിട്ടെ. ഇവരുടെ കൂടെ ഉള്ള പുള്ളിക്ക് സ്റ്റാഫായിട്ട് കയറിയായിരുന്നു കഴിഞ്ഞ ദിവസം. മിസ്റ്റർ എന്തായിരുന്നു അത്, എന്തോ ഒരു പേര്, പുള്ളിയോടെ കേറി. ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്റ്റാഫായിട്ടേ പറഞ്ഞു. എനിക്കൊരു വലിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ട്. ഈ ഇൻഫർമേഷൻ കേട്ടാ കേക്ക് ശരിക്കും ഞെട്ടും. കേക്കട്ടെ. കേക്കേ മറ്റേ ഗണ്ണ് മേടിച്ച് പറ്റിച്ച കളർ എന്നെ വിളിക്കുന്നു. ഒരു മിനിറ്റ് കേക്ക്. ഹലോ, ഗണ്ണ് കൊടുക്കാനുണ്ടോ? ഗണ്ണോ? AR ഫോർ സെയിൽ എന്ന് പറഞ്ഞ സ്റ്റോറി ഇത് പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ടോ? നിങ്ങളേല് കൊടുക്കാനുള്ളതാ? അല്ല, നിങ്ങളുടെ കൊടുക്കാനുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിവിടെ നിങ്ങക്ക് എന്റെ നമ്പർ ആരാ തന്നെ? AR എന്റെ കൊടുക്കാണ്ട് തന്നെ. ആ ആട്ടാരേലും കൊടുക്കാണ്ടോന്നേ. നിങ്ങക്ക് നിങ്ങളെ AR വെക്കണ ആളാ? എന്നാ ഒരു 20 എണ്ണം വേണേ. എത്ര പണേലും നമ്മള് തരാം പൈസ. നിങ്ങളൊന്ന് നേരിട്ട് കണ്ട് അപ്പൊ തന്നെ പൈസ ഡീൽ ചെയ്യും. 20 എണ്ണം നമ്മളിവിടെ എന്നോട് AR വെക്കണ്ട. നമുക്കാരാ നമ്പർ? നമ്മളിവിടെ പ്ലംബിംഗ് പണിക്ക് പോണ ആളാ. ഓ ശരി 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 ശരി. ഞാൻ സ്റ്റോക്ക് ഉണ്ടോ നോക്കിട്ട് വിളിക്കാം. സ്റ്റോക്ക് ഉണ്ടോ നോക്കിട്ടോ. എത്ര ഷെയർ വേണം? ഇപ്പൊ തരാം. ഇപ്പൊ തന്നെ വിളിച്ചോ. എന്റെ ഇപ്പൊ എത്ര ഉണ്ട് കയ്യില്? ഞാൻ ദാ വരുന്നേ. കയ്യിലൊരു 150 എണ്ണം ഉണ്ട്. 150 എണ്ണം? അത് മൊത്തം എടുത്തോ. ഒത്തെടുക്കാം. എവിടെ വരണം? 6157. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. പലട്ടയോ? ഇതാ വരുന്നു. പിന്നെ നമ്മളെ വിശ്വാസമല്ല എനിക്ക്. എത്ര ആളാണേലും കൂട്ടിക്കോട്ടോ. നമ്മളങ്ങനെ ഒറ്റി കൊടുക്കുന്ന ആളൊന്നല്ലേ. ഓ, എടുത്തു പറഞ്ഞപ്പോഴേ മനസ്സിലായി. 150 എണ്ണോ? 150 എണ്ണോ?
അയച്ച് കുറച്ചുകൂടെ കിട്ടിയാ കുഴപ്പമില്ലായിരുന്നു. ഓ എന്നാ 200 എടുക്കാം. 200. ഓക്കെ ഓക്കെ ഓക്കെ. വേണ്ടി വരും കോടികള്. അതവിടെ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ സാഫ് ഗുരുവിനൊന്ന് വിളിച്ചിട്ട് പറയാം. ഞാൻ മാനേജറാണേ. സ്റ്റാഫ് ഗുരുവാ? സാഫ് ഗുരുവിന്റെ മാനേജറാ. ഈ സ്റ്റാഫ് ഗുരുവിന് ഇതിനകത്ത് എന്താ ബന്ധം? ബന്ധം എന്ന് വെച്ചാ ഒന്ന് മുതുക്കില് സാഫ് ഗുരുവിന്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, അത് ഞാനായിരുന്നു അതില് ഡയറക്ടറെ. ഓ ഡയറക്ടർ. ഈ സ്റ്റാഫ് ഗുരു ആണോ നിങ്ങളെ ഫണ്ട് ചെയ്തത്? അതെ, പുള്ളി ഇവിടെ അറിയില്ലേ, എല്ലാ തട്ടുകട മുതൽ എല്ലാ ഷെഡി ബിൽഡിംഗ് വരെ മൂപ്പര കയ്യിലാ. ഓ സ്റ്റാഫ് ഗുരു ആണല്ലേ? സാഫ് ഗുരു. പിന്നെ ഗണ്ണ് 200 റെഡിയല്ലേ, നിങ്ങള് വെറുതെ അമ്പി കളിക്കരുതേ. ഇല്ല, സ്റ്റാഫ് ഗുരുവിന് എന്തിനായി കണ്ടല്ലോ. ഓക്കെ നമ്മള് സാഫ് ഗുരുവിന് സാഫ് ഗുരു ആയിട്ടാ വരിക. നിങ്ങൾ അമ്പി കളിച്ചാൽ നമ്മൾ അടിച്ചിടും. അയ്യോ അടിച്ചതിടല്ലേ, നമ്മുടെ ഗഡ്ഡിയിലൊക്കെ ചെയ്ത് കുടുംബം പോറ്റാൻ വേണ്ടി ചെയ്യണ പരിപാടിയാ. അല്ല നിങ്ങളെ മറ്റേ സാധനം ഉണ്ടോ? ഏത്? കാടിവെള്ളം പച്ച കളറിലുള്ള? അതൊന്നുമില്ല, നമ്മള് ഗഡ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യില്. നല്ല പൊട്ടണ കണ്ണല്ലേ? പിന്നെ വാട്ടർ കണ്ണൊന്നല്ലോ. മഴ തോലും പൊട്ടും. ഒരു മിനിറ്റ്, സാഫ് ഗുരു എടുത്തിട്ടുണ്ട്. അല്ല അണ്ണാ സാഫ് ഗുരു ഗണ്ണ് വെക്കുന്ന ആള് കിട്ടിയിട്ടുണ്ട്. ഒരു 2000 കോടിയോ? 2000 കോടി എടുത്തു വരാം. എത്ര കോടിയാ വേണ്ട? സ്റ്റാഫ് ഗുരുവിന് ഫോൺ കൊടുക്കാവോ? അണ്ണ സാഫ് ഗുരു ബാത്റൂമിലാണേ. ഒരു മിനിറ്റ്, ഫ്ലഷ് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ആയില്ല, ഒന്ന് ഫ്രഷ് ആവായിരിക്കും. കേൾക്കുന്ന സൗണ്ടോ? കേക്ക് കഴിഞ്ഞിണ്ടാവും. അല്ല അപ്പം എത്ര ഗണ്ണുണ്ട് എന്നാ പറഞ്ഞ? ലൊക്കേഷൻ എങ്ങോട്ടാ വരണ്ടേ? ഇപ്പൊ വാങ്ങും നമ്മള്. ഇപ്പൊ നമ്മള് നമ്മളിപ്പോ 200 ഗണ്ണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവാ. ഞാനും സാഫ് ഗുരു. പലേറ്റോ അല്ലേ, ഞാൻ അടുത്തിട്ട് വിളിക്കാം. ഗണ്ണൊക്കെ എടുത്ത് എന്നെ ഫുള്ള് പർച്ചേസ് ചെയ്യാൻ പോവാ. സാഫ് വേണ്ട, കോട്ടും സൂട്ടും. ഈ കവിയൂർ പൊന്നമ്മേനെയാണോ പിടിച്ച് ഞാനിങ്ങനെ ബുദ്ധിപരമായിട്ടാണ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാറുള്ളത്. അത് മാത്രമല്ല കണ്ടില്ലേ, ഇവനെ നിങ്ങളാണല്ലേ ഏൽപ്പിച്ചത് കണ്ടുപിടിക്കാൻ? നേരത്തെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എനിക്ക് കേക്കൊക്കെ തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉണ്ണിയെന്നും കൂടെ വിളിച്ചിരുന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് ഡ്യൂപ്പിയായിരുന്നു. ജോക്കി നമുക്ക് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ അല്ലേ ജോക്കി? ഞാൻ പറഞ്ഞു ഇപ്പൊ വിശ്വാസമായില്ലേ കേക്ക്? 2 ഫാമിലി കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെടണ്ട. വിളിക്കുന്നുണ്ട്. സ്പീക്കർ കേൾപ്പിച്ചൂടെ? ഹലോ പറയടാ. ഹലോ, പറയടാ. ഞാൻ പറയണ കാര്യം അർജന്റായി കേക്കണം. അതായത് ഞാൻ എക്സ്റ്റാർട്ട് ഇട്ടതിൽ എനിക്കൊരു കോള് വന്നേ. ഓന്റെ കയ്യിൽ 150-200 ഗണ്ണുണ്ടാവും. ഒന്നും വെറുതെ ഞാൻ മറ്റേ സാഫ് ഗുരു ഇല്ലേ, ഓന്റെ ആളാന്നൊക്കെ പറഞ്ഞേ. അപ്പം ഇതൊന്ന് തൽക്കാലം ഒരു കോട്ടും സൂട്ടും ഇട്ട് വരുമോ? പലേറ്റോ വരെ പോവാനാ. അല്ല നിനക്ക് ഈ സാഫ് ഗുരുവിനെ അറിയാവോ? ഇച്ചറിയില്ല ഓനാരാന്നൊന്നും. എനിക്ക് പൈസക്കാരനാന്നറിയാ, വേറെ ആരാന്നൊന്നും അറിയില്ല. ഇനിയിപ്പോ ഓൻ തന്നെ അടിച്ചൂലേക്കൂലേ? അല്ല സാഫ് ഗുരുവിനെ ഞാൻ ഇടക്ക് വിളിച്ചാണ്ടെത്തോന്ന് പറഞ്ഞില്ലേ, ഓനെ പിന്നെ വിളിച്ചിനി. അല്ല എനിക്ക് ഒരു 150-200 ഗണ്ണ് കാണും. കുടുങ്ങിയില്ല, ഞാൻ അങ്ങനെയാണ് ഡീൽ ചെയ്തേ. നീ ഇടക്കിടക്ക് ഇതേപോലെ ഇട്ടോ, ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോ വിളിച്ച് പറയണം കേട്ടോ. അതല്ല, ഓൻ പലേറ്റം ഉണ്ട്. ഞാനിപ്പോ ഒരുത്തനെ അമ്പി കളിക്കാൻ ഒരുത്തനെ വെച്ച് പൈസ കൊടുത്തിട്ട് തൽക്കാലം ഞാൻ എന്റെ കുറച്ച് കർത്തമണി ഉണ്ട്, അതിനെ അവന് ഷെയർ ചെയ്തിട്ടേ ഓനെ കൊണ്ട് ഞാൻ ഇതാക്കിയോളാം. സാഫ് ഗുരുവിനെ പോലെ അഭിനയിച്ചോളാം. അല്ല ഹിറ്റു പലേറ്റോലാന്ന് വരാൻ പറഞ്ഞേ. ഞാൻ ഒറ്റക്ക് പോയാ ശരിയാവോ? ഒന്ന് അടിച്ചോ? ഒന്നും ചെയ്യത്തില്ലായിരിക്കും. ഇല്ല, കാട്ടക്കട അടിച്ചാനാണ്. ആള് ഫ്രണ്ട്ലി, പക്ഷെ ശബ്ദം അത്ര ഇതല്ല. അല്ല കുറച്ച് ഗൗരവേ. ജലദോഷാണ് ഗൗരവ, സ്മൂത്ത് അല്ല. നമുക്ക് എന്തായാലും പിടിക്കാം. എന്തായാലും പിടിച്ചണം. പിന്നെ വെച്ചാലേ 150 ഗണ്ണ് പറഞ്ഞാല് അതൊക്കെ വാങ്ങാണെങ്കിലേ 50 നിക്കാണ്ടി. നിനക്ക് എന്തിനാ കണ്ടേ? വെറുതെ ഗണ്ണ്, നല്ല ഡബിൾ ബാരൽ ഗണ്ണ് എന്ന് പറഞ്ഞ ആൾക്കാരെ ഭീഷണി എടുത്താനേ.
അത് വേണ്ട 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 നീ പലവട്ടം എത്തുമ്പോ വിളിക്കും. മറ്റേ പുള്ളി വരുവാണെങ്കിൽ വിളിക്കും കേട്ടോ. ആ വിളിക്കാം. പിന്നെ ഞാൻ ആരെ കൂട്ടിയാ പോവാൻ നോക്കട്ടെ. കാട്ടാക്കടയുള്ള മെമ്പറെ കൂട്ടി പോവാ. ഒരു വണ്ടി കത്തുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തുനിന്ന്. അങ്ങനെ ചെയ്യില്ല, അതൊക്കെ മോശം തെറ്റല്ലേ അതൊക്കെ. ഞാൻ വെറുതെ പറഞ്ഞ ഏപ്രിൽ ഫുൾ. ഓക്കെ നീ അവിടെ എത്തിയിട്ട് വിളിച്ചായി. ഞാൻ സിറ്റി മൊത്തം അല്ല എയർ മൊത്തം പർച്ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വെച്ചതാണ്. പലയറ്റം ലൊക്കേഷൻ ഇടയിനി. നീ അവിടെ വിളിച്ചു വെക്കും. പുള്ളി വിളിച്ചു വെച്ചിട്ട് എവിടെ ജോണി മാമുണ്ട്. ജോണി മാമനുണ്ട്. ഡീല് ചെയ്യുമെന്നോ അത്രേ ഉള്ളൂ. 150 എണ്ണ ഒറ്റക്ക് പോയിട്ട് വന്നോ. എന്നാ ശരി, വേറൊരു കാര്യത്തിൽ ഇരിക്കുവായിരുന്നു. ഞാൻ വിളിക്കാം. ഓക്കെ അടുത്തിട്ട് വിളിച്ചിട്ട് വിളിക്കാം. ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ. വിശ്വസിക്കാൻ ഞങ്ങൾ ഇതൊക്കെ എഫേർട്ട് എടുത്തില്ലേ? ഞാനൊരു കാര്യം കേക്ക് എടുത്ത് പറയാം. ഈ ഇൻഫർമേഷൻ കേട്ടാ കേക്ക് എന്തായാലും ഞെട്ടും. കേക്ക് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത് പോലെ തന്നെ ഞാൻ വേറൊരു പഴഞ്ചൊല്ലൂടെ പറയാം. കള്ളം കപ്പലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ കേക്ക് വിശ്വസിക്കുമോ? വിശ്വസിക്കും. പിന്നെ അങ്ങനെ അല്ലല്ലോ അതിന് മറുപടി പറയണ്ടേ കേക്ക്. കേക്കയുടെ കൂട്ടത്തിലുള്ള ഒരാള് ഗണ്ണ് വെക്കുന്നുണ്ട്. പേരറിയോ? അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ എങ്ങനെയാ കേക്ക്? അത് തെളിവടക്കം കേക്കയുടെ മുമ്പില്. ഹലോ, കൂടെ ഉള്ള എല്ലാരും വിശ്വാസമാണോ കേക്ക്? അതെ പറ. അല്ലല്ല, നമ്മളെ കൂടെ ഉള്ളതില് വർഷങ്ങളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ. വർഷങ്ങളായിട്ടുള്ള കേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ നേരെ പുറകിരിക്കുന്ന ഗാർഡില്ലേ, പുള്ളി ഇത്രയും നേരം അവിടെ ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്നു. എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചോ? പുള്ളി നിങ്ങൾ പറഞ്ഞാണ് പറയുന്ന കണ്ട പുള്ളി ഇതാ ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇത് രാമകുട്ടിയാണോ? രാമകുട്ടി എനിക്ക് ആളെ അറിയാം. പക്ഷെ ഇന്ന് ആള് മറ്റേ ഇത് വാലിഡ് ആയിട്ട് ഇത് പ്രൂഫ് ഉള്ള ആൾ ഇന്ന് അവൈലബിൾ അല്ല. ആള് വന്നാൽ ഞാൻ കേക്കയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി തരും. ഓൾറെഡി പുള്ളിയുടെ കൂടെ കാണുമല്ലോ, പിന്നെ ഇതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തരുന്നേ. ഇല്ല, ആ പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുള്ളി ഇപ്പം ഇവിടെ ഇല്ല. ഇൻസ്ട്രക്ഷൻ ഇല്ല. പറഞ്ഞു വിട്ടോ അത് പുള്ളിയെ? പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ചോദിച്ചു, മോനെ എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച്. ഇവിടുന്ന് ഗണ്ണ് ചൂണ്ടാണ് പ്രതീക്ഷയില വന്നെന്നുണ്ടെങ്കിൽ മോൻ വിചാരിച്ചാൽ നടക്കൂല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടായിരുന്നു പറഞ്ഞ. നിങ്ങൾ ഉദ്ദേശിച്ച ആളാണ് അറിയില്ല. അങ്ങനെ അയാളിപ്പോ ഇല്ലാന്ന് പറഞ്ഞു. എന്റെ ചെവിയിലൊന്ന് പറയാമോ? ഏതാ ആളുടെ ചെവി? എന്റെ പേര് എന്റെ ചെവിയിലൊന്ന് പറയാമോ? വിഷു ഓഫർ AR സെയിൽസ് പ്ലീസ് കണക്ട്. മുട്ടി നിൽക്കുകയാണ് വാങ്ങാൻ. സൂപ്പർ റിഷാൻ. ഇത് ഏത് ജമാലുമാണ്? ഇത് ഏത് ജമാലിനെ പറ്റി? ഇത് മറ്റേ പണ്ടത്തെ ജമാലു ആണോ? അവനാണ് ഇത്? അല്ലല്ലോ. ഓക്കെ. എല്ലാം അവന്മാരുടെ സൗണ്ട് അവന്റെ ഇതുപോലെ ശബ്ദം അല്ലായിരുന്നോ? ഞാനേ ഇങ്ങോട്ട് വന്നേ. ഈ നീ പറയാൻ പോയവന്റെ പേര് ഞാൻ ആദ്യത്തെ അക്ഷരം പറയട്ടെ. എഫ്. അവസാനത്തെ അക്ഷരം എ. ബാക്കിയുള്ള അക്ഷരം പറയാ ജോക്കി. അവൻ പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി. ഫിറോസിക്ക. ഓക്കെ. എടാ നീ എന്നെ നാണം കെടുത്താനായിട്ടാണോ ഇങ്ങനെ കൊണ്ടിരുത്തി? ഇല്ല, എനിക്ക് അവന്റെ പേര് അറിഞ്ഞൂടാ. അവ മറന്നുപോയി. അവ അന്ന് പറഞ്ഞതാ. മറ്റേ സൈഫർ എന്ന് പറയണവൻ. എനിക്ക് പേര് അറിയാത്തോണ്ടാണ് ഞാൻ നാളെ പറയാന്ന് പറഞ്ഞ. അല്ലെ ഇന്ന് തന്നെ പറയൂലായിരുന്നു. കെട്ടവനെ കൊട്ടിക്കോഷിക്കുന്ന എന്തിനാ നീ ജോക്കി? എന്റെ വലിയ സംഭവം എന്ത് വാടാ ഇത്? ഹലോ ഹലോ, ക്ലിയർ പോസ്റ്റൽ കോഡ് ഒന്ന് പറയോ? 9663. എത്ര? 9663 9663.
963 96 9663 അല്ലേ? എടാ 9663. ആ ഓക്കെ ഓക്കെ. ഇങ്ങക്ക് നമ്മള് വേറെ കിച്ചിനുള്ള ഗുളിക വേണോ? വേണ്ട 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 വേണ്ട, ഇതെന്റെ പണ്ടോട്ടെ ശബ്ദം ഇങ്ങനെയാ. ആണോ? അല്ല നമുക്ക് പേടിയുണ്ട് നിങ്ങള് കടിക്കോ? അങ്ങനല്ല, നിങ്ങളൊന്നും നമ്മള് ചെയ്യൂലല്ലോ. കടിക്കൊന്നുമില്ല. ആ നമ്മള് പിന്നെ ഏറെ നമുക്ക് തരുന്നവർക്ക് നമ്മള് പ്രത്യേകം കോഴി കഫേന്ന് നല്ല മുട്ട ബിരിയാണി കൊണ്ടാ വരുന്നേ. മുട്ട ബിരിയാണിയും കൊട്ട ബിരിയാണിയും ഒന്നും വേണ്ട, ഗണ്ണും പൈസയും മതി. പൈസ തന്നാ മതി. ആ പൈസ തരും പിന്നെന്താ. പൈസ ഞങ്ങൾക്ക് നിങ്ങളല്ലേ വിശ്വാസം, അതുകൊണ്ട് ആദ്യം പൈസ ഞങ്ങള് തരേ. എന്താ മനസ്സിലായില്ല? ആദ്യം പൈസ ഞങ്ങള് തരാം, എന്നിട്ട് ഗണ്ണ് തന്നാ മതി. വിശ്വാസം ഇച്ചിരി കൂടുതലാണ് ജമാലുവിന്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ജമാലുവിനെ കാണാൻ പോയാലോ? ജോഗി എന്റെ ഓറ ജോഗി ചേച്ചിയുടെ ബർത്ത്ഡേ. ദിവ്യയുടെ ബർത്ത്ഡേ. പോയിട്ടോ ഗൈസ് ഞാനെന്നാ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞിട്ട് ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ഗൈസ് അവരെല്ലാം താഴെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഇനി ഇവിടെ വല്ലപ്പോഴുമാണ് ഫാമിലിയിൽ എല്ലാരും വരണത്, മനസ്സിലായോ? അപ്പൊ അതാണ് പ്രശ്നം, വേറെ ഒന്നും കൊണ്ടല്ല. ഞാനും ഇറങ്ങും കേട്ടോ. കേക്കെ എനിക്ക് അർജന്റായിട്ട് ഒന്ന് പുറത്തോട്ട് പോണമായിരുന്നു. കേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിപ്പിച്ചാൽ മതി. ഇനി ഞങ്ങള് KV ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഡേറ്റ് പറയാം, ഇതിന്റെ എല്ലാം കറക്റ്റ് ഡേറ്റ കിട്ടുന്ന അന്ന് നമ്മൾ കേക്ക് ഇങ്ങോട്ട് വിളിപ്പിക്കും. വരാതിരിക്കരുതേ. അപ്പൊ ഗുഡ് നൈറ്റ്. അതുപോലെ കേക്ക് ഇവിടെ വരുമ്പോ ഗണ്ണ് കൊണ്ടുവരാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന വണ്ടിയിലാണ് എന്റെ ഗണ്ണും ബുള്ളറ്റും വെച്ചത്. പക്ഷെ സിറ്റി ഇടയ്ക്ക് വെച്ച് സമ്പർക്കം വന്ന് പോയില്ലേ, പോയ സമയത്ത് എന്റെ ഗണ്ണും ബുള്ളറ്റും പോയി ആ വണ്ടിയോട് കൂടെ ചേർന്ന്. വണ്ടി പോയി, സിറ്റി മൊത്തത്തിൽ പോയില്ലായിരുന്നോ? അപ്പൊ ഇത് മിസ്റ്റർ എക്സിന്റെ മേടിക്കണോ അതോ ദൈവത്തിന്റെ മേടിക്കണോ? നമ്മള് ഇറങ്ങട്ടെ. നമ്മള് അയാളുടെ പേര് എടാ ഇയാളുടെ പേര് KK എന്നാണെങ്കിലും KKയുടെ പല അബ്രിവേഷൻ ഉണ്ട്. പല അബ്രിവേഷൻ. സത്യം പറഞ്ഞ ഇന്ന് ഇയാൾ കാട്ടുകള്ളനായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. എനിക്ക് 2 ദിവസമായിട്ട് കുഴപ്പമില്ല, ഓറ പോകുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ മുന്നിൽ വിളിച്ചിരുത്തിയിട്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഗ്യാങ്ങിന്റെ ലീഡർ ജോക്കിക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെ, ജോക്കി ഇപ്പൊ എത്ര ദിവസമായി കാണും ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? 2-3 ആഴ്ചയായി കാണും. 2-3 ആഴ്ച. ജോക്കി കഴിഞ്ഞ ഒരു 1.5-2 മാസമായിട്ട് ഞാൻ ഈ ഗൺ ഡീലിങ്ങിന്റെ പുറകിലാ, മനസ്സിലായ? ഈ ചന്ദ്രൻ എന്തോ പുതിയ കേസ് പറഞ്ഞേ. ഇത് ആരുടെ വണ്ടിയാ ജോക്കി ഇത്? എനിക്കറിഞ്ഞോ, നമ്മൾ ഇതിനകത്തല്ലോ വന്നേ, നമ്മൾ ഗ്യാങ് കൊണ്ടില്ലല്ലോ വന്നേ. അതാരുടെയും ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് സ്റ്റാഫ് ഗുരു എന്തോ പറഞ്ഞേ ചന്ദ്രനെ കുറിച്ച്? സ്റ്റാഫ് ഗുരു അല്ല, സാബ് ഗുരു. സാബ് ഗുരു എന്തോ പറഞ്ഞേ? സാബ് ഗുരു പറഞ്ഞ എന്താന്ന് ജോക്കിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇല്ല, എനിക്കത് ക്ലിയർ ആയിട്ട് പിടിയിട്ടില്ല. പുള്ളിയോട് നേരിട്ട് സംസാരിച്ചിട്ട് വേണം അതിന്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ. മിസ്റ്റർ എക്സ് വന്ന വണ്ടിയായിരുന്നോ? മിസ്റ്റർ എക്സ് നടന്നു പോട്ടെ. നമ്മളിങ്ങനെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞാൽ പേടിച്ച് നിൽക്കാൻ പാടില്ല ജോക്കി. ജോക്കി 4 ജോക്കിയെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു ഗീവ് ആൻഡ് ടേക്കാ. ഇപ്പൊ എക്സാമ്പിൾ, ഈ മിസ്റ്റർ എക്സ് കള്ളക്കടത്തൊക്കെ നടത്തി ഗണ്ണും തോക്കും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇത് മേടിക്കാൻ ഗ്യാങ് ഇല്ലാതെ ഇരുന്നായിരുന്നെങ്കിൽ ഇയാൾ കപ്പലിന്റെ വിറ്റ് നടക്കേണ്ട വരത്തില്ലായിരുന്നു. അത് ഞാൻ പറയും, ഒരു ദിവസം പറയും ഞാനത്. ഇത് നമ്മൾ മേടിക്കുന്നതുകൊണ്ട് നമ്മൾ പോയി തല്ല് കൊള്ളുന്നതും മേടിക്കുന്നതും ഗണ്ണ് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ പൈസക്ക് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഗണ്ണും വെക്കാതെ വല്ല കപ്പലിന്റെയും പൊതിഞ്ഞ് കടൽ തീരത്തിരിക്കേണ്ട ആളാണ്, മനസ്സിലായോ? ചോദിക്കട്ടെ, നീ ഈ ഇടയ്ക്ക് കാണും പോലെ ഹണി ട്രാപ്പിലും വീണായിരുന്നു. ഹണി ട്രാപ്പാ?
ജോക്കി പരന്തുവാസിന്റെ അടുത്ത് ഗ്യാങ് അസറ്റ്സ് തരാന്ന് പറഞ്ഞ് വിളിച്ചാൽ ചിലപ്പോ പരന്തുവാസ് പോവായിരിക്കും. പക്ഷെ ഒരു പെണ്ണിനെ കാണിച്ച് വിളിച്ചാൽ പരന്തുവാസ് പോകണമെങ്കിൽ ഒന്നുകൂടെ ജനിക്കണം. പരന്തുവാസ് ചിലപ്പോ ഒന്നുകൂടെ ജനിച്ചാൽ പോലും നടക്കൂല. കേക്ക് ഇങ്ങനെ എന്തോ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു, എന്തോ ഒരു കേക്ക് എന്തോ പറഞ്ഞു, എന്തോ ഇങ്ങനെ പറഞ്ഞേ വാസു അന്ന് മറ്റേ നമ്മുടെ എന്തോ ഒരു അല്ല അങ്ങനെ ഞാൻ പറയുന്ന ഒരു ലൊക്കേഷൻ ഇല്ലേ, ഇടക്ക് വെച്ച് നമ്മുടെ സാഫ് ഗുരു ഒന്ന് അമിറ്റ് ചെയ്ത് വയറിന് സുഖല്ല. ലൊക്കേഷൻ പറ, എങ്ങോട്ട് വരണം? ഓക്കെ, ഏറൊക്കെ ഒരാ ഇൻവെന്ററി നിറഞ്ഞെടുക്കുന്നുണ്ട് അവരെ. 5006 ഒരു 10 മിനിറ്റ് വന്നാൽ 5 മിനിറ്റിൽ വരാം. 10 മിനിറ്റ് വന്നാൽ 5 മിനിറ്റിൽ വരാം. മറ്റവിടെ ഒരു ഫ്രൂട്ട്സ് പീടിയല്ലേ, നമുക്ക് ഫ്രൂട്ട്സ് കച്ചവടമാണ്. ക്യൂ എന്നുള്ള അവിടെ 5006 ക്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ. ഓക്കെ ഒരു ഫ്രൂട്ട്സ് പീടിയന്റെ അങ്ങോട്ട്. ഓക്കെ അവൻ കണ്ണ് മേടിക്കാൻ നിക്കണം. അവൻ കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സെറ്റൊക്കെ ആയിരുന്നു, നല്ല രസമായാണ്. സത്യം, നാളെ ആക്കാം. നാളെ അവൻ കണ്ണ് മേടിക്കാൻ എന്തായാലും വരും ജോക്കി. അത് അത്രേ ഉള്ളൂ, എന്തായാലും വരും. നമ്മൾ ഇത്രയും ദൂരം വന്നല്ലേ, ഇങ്ങനെ എന്തിനാണ് ഈ അടുത്ത കടപ്പുറത്തൊക്കെ പോയി? അപ്പുറത്തൂടെ പോവായിരുന്നു, നമ്മളൊരു മണ്ടത്തരം കാണിച്ചതാ. ഇതുവഴി വരണ്ടായിരുന്നു. വന്നപ്പോ ഇത്രയും ദൂരമില്ലായിരുന്നു ജോക്കിക്ക് ഇതുവരെയുള്ള വഴിയൊന്നും അറിഞ്ഞൂടല്ലേ? ഓ, ഞാൻ തന്നെ അവിടെ പോയി. ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട എത്ര നാളായല്ലേ ജോക്കി? ഇതൊക്കെ കാണാൻ പഠിക്കേണ്ട സമയമായി. ഞാൻ കണ്ടോ പോലും ചെയ്യാതെ പോകണ്ടല്ലേ? ഇനി നേരെ പോയാ മതി. ഇവിടെ വരെ ഞാൻ എത്താൻ പറ്റോ പാടെ എനിക്ക് അറിയുള്ളൂ. റേഡിയോ 63 ഇച്ചക്കോട് നച്ചുക്കോട് വച്ചുക്കോട് വാഴക്കാറൈഡ്. ഹലോ എന്താടാ, എന്ത് പറ്റിയടാ? ഫുഡിന്റെ ഓക്കെ എടാ, ഒന്ന് ഡീൽ ചെയ്യണേ. ഞാൻ കുറച്ച് തിരക്കില, ഞാൻ ഇറങ്ങുമായിരുന്നു. അത് ഫുഡിന്റെ കാര്യമാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര റിംഗ് പറഞ്ഞ് നിൽക്കുവല്ലേ. പിന്നെ TDSന്റെ ഫുൾ ഫോം എന്തുവാ? തണ്ടർ സ്ട്രൈക്ക്. തണ്ടർ സ്ട്രൈക്ക് അല്ലേ? എടാ, ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അളിയൻ, ചേച്ചി, മമ്മി, പപ്പ, വിനീതൊക്കെ രാവിലത്തേക്ക് വരും. അവള് ട്രിവാൻഡ്രത്താ. ഞാൻ മിക്കവാറും ഇനി ഉറങ്ങാതെ എനിക്ക് മിക്കവാറും ഇനി അവളെ വിളിക്കാൻ പോകേണ്ട വരും മിക്കവാറും. നോക്കണ്ട. യു കമ്മിങ് ഹിയർ ബൈ ബോയ്? ബേബി. പക്ഷേ ജോക്കിയുടെ വീടും അവളുടെ വീടും 2 ജില്ലയിലല്ലേ? ധ്രുവങ്ങളിലാണ്. അതെ. ഓക്കേടാ, ശരി. നാളെ ഉണ്ടല്ലോ. ഓ ജോക്കി പോറ പോലെ ജോക്കി, തട്ടി വീഴല്ലേ? ഇല്ല, പോവാന്നേ. ബൈടാ. ഓക്കെ ജോക്കി, അപ്പൊ ഗുഡ് നൈറ്റ്. ഞാൻ എന്നെ നാളെ കണ്ടില്ലെങ്കിൽ ഞാൻ RDO ഓഫീസിലുണ്ടാവും, എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. സീ യു. ഗുഡ് നൈറ്റ്. ഹലോ കേക്കാവോ? കേക്കാം. രാത്രിയായപ്പോ വന്നല്ലോടാ സാവേജ്. നീ മൂങ്ങ, നീ ഇപ്പൊ രാത്രിയിൽ എണ്ണിക്കോളാം നീ. അണ്ണാ എല്ലാം മാറി, മൊത്തത്തിൽ തലതിരിഞ്ഞ് ജീവിക്കണം നീ അല്ലേ? അതെ, ഞാൻ ഇപ്പൊ അമേരിക്കയില. നൈസ്. ഉടനെ ആശുപത്രിയിലാവുമ്പോ പഠിക്കും. അതെ, ഉടനെ തട്ടിപ്പോവും. അതെ, ശരി. അതാ ഞാൻ പോയിട്ട് വരാം. പോവാടാ, ചേച്ചിയുടെ ബർത്ത്ഡേ പോയിട്ട് വരാം. സോ ഗൈസ്, എവിടെ നിന്നൊക്കെയല്ലേ RP വരുന്നത്? എന്തൊക്കെ RP അല്ലേ വരുന്നത്? സോ ഗൈസ്, എന്തായാലും നാളെ കാണാം. നാളെ നമുക്ക് കണ്ടിന്യൂറ്റി RP ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹോപ്പ് യു ഗൈസ് എൻജോയ് എടുത്ത RP. നാളെ നമുക്ക് കുറച്ച് നേരം RP ഇരിക്കാം. നാളെ കുറച്ച് നേരം ഡിസ്കൗണ്ട് നോക്കാം. അപ്പോൾ ഇന്ന് ഡിസ്കൗണ്ട് നോക്കാൻ വിചാരിച്ചിരുന്നു.